അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ ആലീസ് ജോഷുവ ആന്റിയാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് നല്ല അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. ആകയാൽ ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ ആലീസ് ജോഷു ആന്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെ ഈ അരോമ ടിവിയിലെ ഇൻവൈറ്റ് ചെയ്ത പാസ്റ്റർ ഡാനിയൽ ജോണിന് എൻ്റെ സ്നേഹവന്ദനത്തെ പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ അരോമ ടിവിയുടെ പ്രവർത്തനം വളരെ സക്സസ് ആയി മുന്നോട്ട് ഉയരുന്നതിനും അത് മുഖാന്തരം അനവധി ആൾക്കാർ ദൈവനാമത്തിൽ മുന്നോട്ട് വരുവാനും രക്ഷിക്കപ്പെടുവാനും ദൈവ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ആലീസ് ജോഷുവ എന്നാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് എസിക്കേൽ ജോഷുവ. എനിക്ക് 3 മക്കളുണ്ട്. ആദ്യത്തെ മകളാണ്. മകളും ഭർത്താവും UK-യിലെ കർത്താവിൻ്റെ വേലയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അവർക്ക് 3 മക്കളുണ്ട്. രണ്ടാമത്തെ ആൾ ഡേവിഡ് ജോഷുവ ആണ്. അവനും കുടുംബവും UK-യിൽ തന്നെയാണ്. അതിനു മുമ്പ് അവർ ഡൽഹിയിൽ കർത്താവിൻ്റെ വേലയും ജോലിയും ചെയ്തുകൊണ്ട് 3 വർഷത്തിന് മുമ്പ് താമസിച്ചിരുന്നു. അവർക്കും 3 മക്കളുണ്ട്. മൂന്നാമത്തെ ആള് ജോനഥൻ ജോഷുവ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു. ഫുൾ ടൈം കർത്താവിൻ്റെ വേലയിൽ കാൺപൂരിലാണ്. അവരും കുടുംബമായി ഞങ്ങളോടുണ്ട്. മിനിസ്ട്രിക്ക് വലിയ സഹായം. അവർക്ക് ഒരു ചെറിയ ആരാധനയും ഒക്കെ ഉണ്ട്. വളരെ ബിസിയാണ് അവർ മിനിസ്ട്രിയിലെ. എനിക്ക് എല്ലാം കൂടെ 8 കൊച്ചുമക്കളാണുള്ളത്. 4 പെൺമക്കളും 4 ആൺമക്കളും. ഇനിയും കർത്താവ് ഭാവി തരികയാണെങ്കിൽ അതൊന്നും കർത്താവിന് ഞാൻ നന്ദി കരയേറ്റുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിക്കും കീഴായ്പൂരിനും ഇടയ്ക്കുള്ള പാടിമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ 2 പേരും പഴയ ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഒരാൾ ജാക്കോബായിൽ നിന്നും ഒരാൾ മാർത്തോമായിൽ നിന്നും. അങ്ങനെ ഞാൻ ജനിച്ച സമയം മുതലേ ദൈവമായിട്ട് പ്രാർത്ഥനയിലും പാട്ടിലും ഒക്കെ തന്നെയാണ് വളർന്നു വന്നത്. അങ്ങനെ ഒരു പാരമ്പര്യ ഉള്ള ഒരു കുടുംബത്തിലാണ് വളരുവാൻ ദൈവം സഹായിച്ചത്. എന്നാൽ എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ മാതാവ് പെട്ടെന്ന് എൻ്റെ ഇളയ ആങ്ങളെ പ്രസവിച്ചതിന് ശേഷം രോഗിയായി തീർന്ന് വള്ളംകുളം ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. ഏതാനും 2 ആഴ്ച കാലം ആശുപത്രിയിൽ താമസിച്ചതിന് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ഇവരെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോവുകയാണ് നല്ലത്, അധികം ദിവസം ഇനിയും ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ കീഴായ്പൂരിൽ കൊണ്ടുവന്നു. അവിടെ ഞങ്ങളെ 4 മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ അവിടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും കൊച്ചമ്മമാരും അമ്മാച്ചന്മാരോടൊപ്പം ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ അവിടെ താമസിക്കേണ്ടി വന്നു. ഓരോ ദിവസവും എൻ്റെ അമ്മച്ചിയെ കാണുവാൻ ധാരാളം ആൾക്കാര് ആ നാട്ടിൻപുറത്തിൽ നിന്ന് വരികയും പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുന്നതൊക്കെയും ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ക്രിസ്ത്യാനികൾ മാത്രമല്ല, മറ്റു സമുദായത്തിലുള്ള ആൾക്കാരും വരുവന്നതും പോകുന്നതും കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം ഞായറാഴ്ച മർത്തോമാ സഭയിലെ പള്ളി കഴിഞ്ഞിട്ട് അച്ഛനും വിശ്വാസികളും കൂടെ ഞങ്ങളുടെ ഭവനത്തിൽ കയറി വന്നു. ചിലര് കരയുന്നു, അച്ഛനെ കൈ ഉയർത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ആൾക്കൂട്ടം. ഈ ആൾക്കൂട്ടത്തെ കണ്ടിട്ട് എനിക്ക് 3.5 വയസ്സ് പ്രായമേ ഉള്ളൂ. എനിക്ക് മുകളിലൊരു ചേട്ടത്തിയുണ്ട്, ഒരു മൂത്ത ബ്രദറുണ്ട്, 6 മാസം പ്രായമുള്ള ഒരു ബ്രദറും ഉണ്ട്. ഈ ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ട് ഞാൻ ചെന്ന് എൻ്റെ മൂത്ത ബ്രദറിനോട് പറഞ്ഞു, ഈ വീടിനകത്ത് ഒത്തിരി ആൾക്കാർ വരാൻ കാര്യം എന്താ? അച്ഛനും വന്നു, എനിക്ക് പേടി വരുന്നു എന്ന് പറഞ്ഞു. അച്ചാച്ചൻ പറഞ്ഞത്,
നമ്മുടെ അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചിയെ കൊണ്ടുപോകാനായിട്ട് പള്ളി കൊണ്ട് അടക്കാനായിട്ടാണ് ഇവരൊക്കെ വന്നത് എന്ന് പറഞ്ഞു. എനിക്കത് വലിയ വിഷമമായിട്ട് ഞാൻ ഓടി, അമ്മച്ചി കിടക്കുന്ന മുറിയിലോട്ട് ഓടി. ഞാൻ ഓടി അവിടെ നിൽക്കുന്ന സ്ത്രീകളെയൊക്കെ കൈകൊണ്ട് ഇങ്ങനെ തെള്ളി തെള്ളി മാറ്റിക്കൊണ്ടാണ് അവരുടെ ഇടയിൽ കൂടെ കയറി ചെന്ന് അമ്മച്ചിയെ തൊട്ടിങ്ങനെ വിളിച്ചു. അമ്മച്ചി, അമ്മച്ചി മരിച്ചു കിടക്കുകയാണോ? അമ്മച്ചിയെ പള്ളിയിൽ കൊണ്ട് അടക്കാൻ പോവാണെന്ന് അച്ചാച്ചൻ പറഞ്ഞു. അയ്യോ, നീ അങ്ങോട്ട് പോയി അവനെ ഇങ്ങ് വിളിച്ചോണ്ട് വാന്ന് പറഞ്ഞു. ഞാൻ ഓടിപ്പോയി അച്ചാച്ചനെയും എൻ്റെ ചേട്ടത്തെയും കൂടെ കൈക്ക് പിടിച്ച് അമ്മച്ചിയുടെ അടുത്ത് കൊണ്ടുവന്നു. അമ്മച്ചി ഇതാ ഞങ്ങളെന്ന് പറഞ്ഞു. അമ്മച്ചി കണ്ണു തുറന്ന് ചോദിച്ചു, എടാ മോനെ, ഇങ്ങനെയാണോ നീ കൊച്ചു പിള്ളേരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങൾ 3 പേരും കൂടെ അപ്പുറത്തെ മുറിയിൽ പോയി കട്ടിലേല് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥീര്. കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് ആദ്യം കേൾക്കുന്നത്. ഞാൻ മരിക്കയില്ല എന്ന് പറഞ്ഞു. എനിക്കത് വിശ്വാസമായി. ഞങ്ങൾ 3 പേരും കൂടെ അതുപോലെ തന്നെ അപ്പുറത്തെ മുറിയിൽ പോയി കട്ടിലേൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് ഞങ്ങൾ 3 ഉറങ്ങിപ്പോയി കാണും. പക്ഷേങ്കില് ഏതാണ്ട് 15-20 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി സൗഖ്യമുള്ളവളായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ മടങ്ങിപ്പോയി. അത് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയല. ധാരാളം ആൾക്കാർ പ്രാർത്ഥിച്ചു. അമ്മച്ചിയുടെ അനിയത്തിമാരാണെങ്കിൽ മുറിക്കകത്ത് കടന്നു വന്ന് 1-2 വാക്ക് അമ്മച്ചിയോട് ചോദിച്ചിട്ട് അവർ പൊട്ടിക്കരഞ്ഞ് അവർ വെളിയിൽ പോയി വീടിന്റെ ഭിത്തിക്ക് പുറകെ നിന്ന് പ്രാർത്ഥിക്കും, മരത്തിന്റെ പുറകിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കും. അതുപോലെ അമ്മാച്ചന്മാരും. അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ വന്നു. അത് ഈ കുഞ്ഞു പ്രായം തൊട്ടേ എനിക്ക് പ്രാർത്ഥന കേൾക്കുന്ന ഒരു അപ്പച്ചന് സ്വർഗത്തിലുണ്ട്, ഉയരത്തിലിരിപ്പുണ്ട്. അവൻ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ചെയ്യുന്നതും പോകുന്നതും വരുന്നതും എല്ലാം കൊണ്ട് നല്ലൊരു അപ്പച്ചൻ സ്വർഗത്തിലുണ്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മനസ്സിലെ അങ്ങ് ഒരു ഉറപ്പായി. അങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി നല്ലൊരു പൈതലായിട്ട് തന്നെ ഞാൻ വളരണം എന്ന കുഞ്ഞു പ്രായം തൊട്ടേ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വളർന്നു വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഭവനത്തിൽ പിന്നെ രോഗം വിട്ടുമാറാത്ത രോഗം. ഒരാൾക്ക് സുഖമാകുമ്പം വേറൊരാൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അമ്മച്ചിക്ക് പിന്നെയും പല അസുഖങ്ങൾ. വീടിന് തീ പിടിക്കുന്നു, കന്നുകാലികൾ ചത്തുപോകുന്നു, കോഴിക്ക് വിഷം കൊടുത്ത് ചത്തുപോകുന്നു. എന്ന് വേണ്ട പലതരത്തിലുള്ള പ്രയാസങ്ങൾ. എൻ്റെ പിതാവിന് വലിയ ബുദ്ധിമുട്ട്. പിതാവിന്റെ കച്ചവടം പ്രോഗ്രസ് ചെയ്യുന്നില്ല. പിതാവ് വീട്ടിൽ വന്ന് കിടന്നെപ്പോഴും അമ്മച്ചിയുടെ അടുത്ത് വന്നിരുന്ന് പ്രയാസപ്പെടും. എൻ്റെ കുഞ്ഞെ, എനിക്ക് ആ സാധനം വിറ്റു, ഇത് വിറ്റു, എനിക്ക് നഷ്ടമായി പോയി, അത്രയും രൂപ എൻ്റെ നഷ്ടപ്പെട്ടു പോയി, എന്നെ കൊണ്ട് വയ്യ കുടുംബത്തെ നടത്താൻ, വലിയ ബുദ്ധിമുട്ടാ. ഇതൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് കേട്ട് മനസ്സിന് വലിയ ദുഃഖമുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ പിതാവിനെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി ചെയ്ത് സഹായിക്കണമെന്നും ഹൃദയത്തിന്റെ ഒരു സൈഡിൽ കൂടെ ചിന്ത വരും. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഒന്നും അറിയത്തില്ല. എന്നാലും ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, കർത്താവ് ഇതൊക്കെയും കാണുന്നുണ്ടല്ലോ, കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ എല്ലാം സാധിക്കും എന്നെൻ്റെ മനസ്സിൽ ഉറപ്പുണ്ട്. അങ്ങനെ ചെറിയ പ്രായം തന്നെ ഞാൻ ഉപവസിക്കാനും, ജാക്കോബ് പള്ളിയിലാ പോകുന്നെങ്കിൽ ഉപവസിച്ചേ പോകത്തുള്ളൂ. ഉപവസിച്ച് വളരെ ദൂരം നടന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങ് മനസ്സിൽ കൂടെ എല്ലാം അപ്പച്ചന് വേണ്ടി അമ്മച്ചിക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചെറുപ്രായത്തിലും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദൈവനാമത്തിൽ വളരുന്നതിന് വേണ്ടി എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കവേ എൻ്റെ മൂത്ത ബ്രദർ 10ാം ക്ലാസ് പാസ്സായി. പിതാവിനൊരു സന്തോഷം. എന്നാ അവനെ ജോലിക്ക് പറഞ്ഞിടാ, എനിക്കൊരു സഹായമൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഇരിക്കവേ വല്യമ്മച്ചി ഒരു വിവരം അറിയിച്ചു, മോനെ, ഞാൻ സുവിശേഷ വേലയ്ക്ക് നേർന്നതാണ്. അവൻ ജനിച്ചപ്പം അവന്റെ നിറം ബ്ലൂ ആയിട്ട് വന്നപ്പം ഞാൻ ആരോടും പറയാതെ എടുത്തോണ്ട് പോയി മുട്ടുകുത്തി അപ്പുറത്തെ മുറിയിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, ഇവനെ ജീവനോടെ തരാമെങ്കിൽ ഞാൻ അവനെ സുവിശേഷ വേലയ്ക്ക് വിട്ടേക്കാം, അവനെ ഒരു അച്ഛനാക്കി എടുക്കാം. ഈ വിവരം കേട്ടപ്പോ അപ്പച്ചന് പെട്ടെന്നൊരു വിഷമമൊക്കെ ഉണ്ടായി. ആ ഒരു ആഗ്രഹവും നഷ്ടപ്പെട്ടു. എന്നാലാട്ടെ, എന്തേലും ആട്ടെ എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ അമ്മച്ചി പറഞ്ഞു, അങ്ങനെ അച്ഛനായിട്ട് പോയാല് കുർബാന മാത്രം നടത്തിക്കൊണ്ടിരിക്കും, പ്രസംഗിക്കാനും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് 2 കൊല്ലമെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ വിട്ട് പഠിപ്പിക്കണം. അങ്ങനെ SIBI വിട്ട് 2 കൊല്ലം പഠിപ്പിച്ചു. പുള്ളി അവിടെ ചെന്നാണ് മാനസാന്തരപ്പെട്ടത്. അധികം പ്രായമൊന്നുമില്ല, 16 വയസ്സ് കഴിഞ്ഞപ്പോ SLC പാസ്സായി പോയതാ. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഞങ്ങളെ എല്ലാം ഉപദേശിച്ച് ഞങ്ങളെല്ലാരും രക്ഷിക്കപ്പെടാൻ തുടങ്ങി. രക്ഷിക്കപ്പെട്ടാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. നമ്മൾ ഈ പള്ളി പോയത് കൊണ്ടും കുരിശ് വരച്ചത് കൊണ്ടും കുർബാനക്രമത്തിലെ പ്രാർത്ഥിച്ചത് കൊണ്ടും എന്നും പാട്ടും പ്രാർത്ഥനയൊക്കെ നടന്നാലും രക്ഷിക്കപ്പെട്ടില്ലേലും യാതൊരു വഴിയും ഇല്ല. അതുകൊണ്ടാണ് നമുക്ക്
ഈ രോഗവും അസുഖങ്ങളും ഒക്കെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവരുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ എന്ന് അച്ചാച്ചൻ ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടു. ഞാനും രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഒരു പുതുക്കം ജീവിതത്തിൽ വന്നു. കർത്താവിന്റെ സാന്നിധ്യം കൂടുതൽ അറിയുവാൻ തുടങ്ങി. അങ്ങനെ പൊക്കോണ്ടിരുന്നു. പുള്ളി പറഞ്ഞു, എന്നെ അച്ഛനാകാനൊന്നും അല്ല ദൈവം വിളിച്ചേക്കുന്നത്, സുവിശേഷം കേട്ടിട്ടില്ലാത്ത ദേശത്ത് പോയി സുവിശേഷം അറിയിക്കാനാ. അതിന് നേപ്പാളിലേക്ക് ഞാൻ പോവാ എന്ന് പറഞ്ഞ് ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ പുള്ളി നേപ്പാളിന് പോയി. പോകുമ്പോൾ വെറും 19 വയസ്സേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ വലിയ സങ്കടമായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു ട്രെയിനൊക്കെ കയറ്റി ഒരു കൊച്ചു പയ്യനെ പറഞ്ഞു വിട്ടത് ഒത്തിരിയും എല്ലാരും കടന്ന് കരയൊക്കെ ചെയ്തു. ഒത്തിരിയും 7 ദിവസം കഴിഞ്ഞപ്പോൾ നേപ്പാളിൽ ചെന്നെത്തി. പല ട്രെയിനുകൾ മാറി 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 അങ്ങനെയൊക്കെ 7-ാം ദിവസമാണ് ചെന്നെത്തിയത്. ബുട്ടോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നെത്തി. അങ്ങനെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുകയെ ഞാനും 10ാം ക്ലാസ് പാസ്സായി. 10ാം ക്ലാസ് പാസ്സായപ്പോ എന്റെ പിതാവ് പറഞ്ഞത്, എനിക്ക് ഇപ്പൊ ആരും പഠിപ്പിക്കാനൊന്നും എന്റെ പൈസ ഒന്നുമില്ല, ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ, ഇനിയൊന്നും പറ്റത്തില്ല, ഇനി എന്തുവാണോ ചെയ്തോണം എന്ന് പറഞ്ഞു. എന്തുവാ ചെയ്യണത് എനിക്കും അറിയത്തില്ല, ആരും പറഞ്ഞു തരാനുമില്ല. അങ്ങനെ ഞാൻ 3 വർഷക്കാലം എന്റെ അമ്മച്ചിയുടെ കൂടെ അടുക്കളയിൽ തന്നെ ജോലി ചെയ്ത് കഴിഞ്ഞു. ഒന്നിനും പോയിട്ടില്ല. ആരെ കാണാനോ കൂട്ടുകാരെ കാണാനോ ആരോടും ചോദിക്കാനും പറയാനും എങ്ങും പോകുന്നുമില്ല. ജോലിയും ചെയ്തോണ്ടിരുന്നു. മനസ്സിന് വലിയ വിഷമമുണ്ട്. ഒന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ പറമ്പിലൊക്കെ പശുവിന് പുല്ല് പറിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടുമല്ലോ എന്നാണ് ആഗ്രഹം. അങ്ങനെ അവിടെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അങ്ങ് പ്രാർത്ഥനയാ. പശുക്കൂട്ടി പോയി കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. എവിടെല്ലാം സൗകര്യം കിട്ടും അവിടെ എല്ലാം പോയിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ ഓൾ ഇന്ത്യ പ്രയർ ഫെലോഷിപ്പിന്റെ ഒരു ചെറിയ ബുക്ക്ലെറ്റ് വീട്ടിൽ വരുമായിരുന്നു. അതിൽ പ്രയർ റിക്വസ്റ്റ് പലതും ഓരോ ദിവസം പ്രാർത്ഥിക്കാനുള്ള വിഷയം ഇട്ടിട്ടുണ്ട്. നേപ്പാൾ, സിക്കിം, ഭൂട്ടാൻ, നേപ്പാൾ, ഇങ്ങനെ 3 സ്ഥലത്തിന് വേണ്ടി അത് പ്രാർത്ഥിക്കും ഞാൻ. ഈ 3 ദേശത്ത് സുവിശേഷ വേല അനുഗ്രഹിക്കണമേ, അഫ്ഗാനിസ്ഥാനിലെ സുവിശേഷ വേല ചെയ്യാനുള്ള സാഹചര്യം തുറക്കണമേ, ഇങ്ങനൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ കൂടുതലൊന്നും വിവരങ്ങളും അറിവുകളും ഒന്നും ഇല്ല. ഇതൊക്കെ കണ്ടു കേട്ടു അത്രയും പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കവേ എന്റെ സഹോദരിക്ക് ഭയങ്കര തലവേദന കൊണ്ട് രാവും പകലും അവള് കരച്ചില. ആയുർവേദത്തിൽ കൊണ്ടുവന്നു, ആശുപത്രിയിൽ കൊണ്ടുവന്നു, എണ്ണ കാച്ചി തേക്കുന്നു, എന്തെല്ലാം ചെയ്താലും തലവേദന പോകത്തില്ല. അവൾക്ക് സ്കൂളിൽ പോകുവാനും വയ്യ. അങ്ങനെ ഇരിക്കവേ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പാസ്റ്റർ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് വന്ന് ഓരോ വീടുകളിലെ ഉപവാസ പ്രാർത്ഥന നടത്തി പലർക്കും വിടുതൽ കിട്ടി എന്ന് ഞങ്ങൾ അറിഞ്ഞ് ഈ ഉപദേശിയെ വീട്ടിൽ ക്ഷണിച്ചു. അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചു, യോഗം നടത്തി, എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്റെ ജ്യേഷ്ഠതയ്ക്ക് വളരെ കുറവുണ്ടായി, വളരെ സൗഖ്യമുണ്ടായി. ഒത്തിരി ഞങ്ങളുടെ ഭവനത്തിലുള്ള ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകാൻ തുടങ്ങി. ഇത്രയും ബന്ധനങ്ങളെ കുറിച്ചൊന്നും നമുക്കൊന്നും അറിവേ ഇല്ലായിരുന്നു. പഴയ ക്രിസ്ത്യാനികളെ നമ്മളും അങ്ങ് പഴയ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിരിക്കുക. പക്ഷെങ്കില് ലോകത്തിലുള്ള മനുഷ്യരോട് ഒപ്പം നമ്മൾ ജീവിക്കുന്നുണ്ട്. അവരിലുള്ള പല മാലിന്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല. വർഷത്തിൽ വന്ന് പള്ളിയിൽ പോയി കുമ്പസാരിക്കും, അത് മതി, അതിനോടെ തീർന്നു. പിന്നെ നോയമ്പൊക്കെ നോക്കും, എന്നും വീട്ടിൽ പ്രാർത്ഥിക്കും. ഇതുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട് ജീവിച്ചവരാ. പക്ഷെ രോഗങ്ങൾ മാറുന്നില്ല. അപ്പൊ ഇതാണ് ഏറ്റവും സത്യമെന്ന് നമുക്ക് മനസ്സിലാക്കി. ഒരു ദിവസം എൻ്റെ വീട്ടില് വൈകിട്ട് ഒരു കൂട്ടായ്മ നടന്നു. നടന്നുകൊണ്ടിരുന്നപ്പം അപ്പച്ചന്മാരും അമ്മച്ചിമാരും പ്രാർത്ഥിക്കുകയും അന്യഭാഷയില് പ്രാർത്ഥിക്കുന്നു. ഈ അന്യഭാഷയിലെ പ്രാർത്ഥന കണ്ടപ്പോൾ എനിക്ക് വളരെ ശ്രദ്ധ അതിലോട്ട് പോയി. എല്ലാവരും ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്, എനിക്കുമില്ലല്ലോ അന്യഭാഷ. ഇത് സത്യമാണെന്നത് ഇവരിതൊരു വലിയ കളി കാണിക്കുന്നതാണോ എന്നെനിക്കൊരു വിചാരമുണ്ടായിട്ട് ഞാൻ ഇത് സത്യമാണെങ്കിൽ എനിക്കും വേണം ഇത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. ഇത് കിട്ടിയിട്ട് ഞാൻ സ്നാനപ്പെടത്തുള്ളൂ എന്ന് തീരുമാനിച്ചു. ഞാൻ അങ്ങനെ അപ്പുറത്തെ അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് വേറൊരു മുറിയിൽ പോയി മുട്ടുകുത്തി കട്ടിലയിലോട്ട് കൈയും വെച്ച് ഞാൻ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ്, ഈ അപ്പച്ചന്മാരൊക്കെ കടന്ന് അന്യഭാഷയിൽ അങ്ങ് ഭയങ്കര ശബ്ദത്തില് പ്രാർത്ഥിക്കുന്നു. ചിലർ വീടിന് ചുറ്റും ഓടുന്നു, ആട്ടുന്നു. ഇതൊക്കെ എന്തുവാ? എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ ആത്മാവിഷം എന്ന് പറയുന്നത്, അന്യഭാഷ എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ എനിക്ക് നീ തരണം. അത് തന്നു കഴിഞ്ഞ് ഞാൻ സ്നാനപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടുന്ന് പതുക്കെ വളരെ തൃപ്തിയോടെ സന്തോഷത്തോടെ എഴുന്നേറ്റ് വന്ന് ആ കൂട്ടായ്മ വന്നിരുന്നു.
കണ്ണടച്ചു. ഞാനും കൈകൊട്ടി പാടുവാൻ തുടങ്ങി. കണ്ണടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം എന്ന് ഇങ്ങനെ കൂടെ കൂടെ പറയുകയെ ഏതാണ്ട് കുറെ ശബ്ദങ്ങൾ എന്റെ വായിൽ കൂടെ വന്നു. ഓ, അപ്പൊ മനസ്സിൽ വന്നു, അയ്യോ അഭിഷേകം പ്രാപിച്ചല്ലോ, എനിക്ക് പുതിയൊരു ഭാഷ വന്നു എന്റെ വായില്. പിന്നെ ഞാൻ ഇത് ശരിയാണോ അല്ലയോ എന്ന് സംശയം. പിന്നെ ഞാൻ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പിന്നെ ഇത് വരും. അങ്ങനെ 1/2 മണിക്കൂർ നേരം ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് അഭിഷേകമായിരുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോ എന്റെ കൈ അടിച്ചടിച്ച് കാണുക, കൈ മുഴുവന് നീലിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഒരു വലിയ അനുഭവം എനിക്കുണ്ടായി. ഏതാണ്ടും 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു. അതിനുശേഷമായിട്ട് അത്രയും ദിവസത്തിനുള്ളിൽ എന്റെ ബ്രദർ എനിക്കൊരു ലെറ്റർ അയച്ചു. നേപ്പാളിലെ നേഴ്സായിട്ട് കർത്താവിന്റെ വേല ചെയ്യാൻ ഒത്തിരി ചുറ്റുപാടുണ്ട്. നീ ഇവിടെ റെക്സോൾ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നേഴ്സിംഗ് പഠിക്കുക, നിനക്ക് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കർത്താവിന്റെ വേല ചെയ്യാം. അത് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ റെക്സോളിൽ നിന്ന് പോയി. 5 ദിവസത്തെ യാത്ര, കഠിനമായ യാത്ര. ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല. ട്രെയിനിൽ ഫുഡും ഇല്ല. ഇന്നത്തെ ഫുഡൊന്നും മേടിക്കണമെങ്കിൽ വണ്ടി അടുത്ത് നിർത്തുമ്പം ചട്ടിയില് ഒരു ചായ കിട്ടും, അല്ലാതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ പകുതിയും വിശന്ന് കയ്യില് എന്തേലും തന്നു വിട്ട ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് ഇറങ്ങിയപ്പം തലയും കറങ്ങി, കണ്ണും കാണത്തില്ല, വലിയ വിഷമം എന്റെ ശരീരത്തിന്. എന്നാലും ഹോസ്പിറ്റലിൽ ചെന്നെത്തി. അവിടുത്തെ ട്യൂട്ടറും ഒക്കെ എന്നെ ഇന്റർവ്യൂ ചെയ്തു. അവര് പറഞ്ഞു, അയ്യോ നിനക്ക് ലാംഗ്വേജ് ഇല്ല, ഇംഗ്ലീഷും അറിയത്തില്ല, ഹിന്ദിയും നല്ലോണം ഒന്നും നല്ലതായിട്ട് അറിയത്തില്ല. 10ാം ക്ലാസ് മാത്രമേ പാസ്സായിട്ടുള്ളൂ, എല്ലാം നന്നായിട്ട് അറിയുമോ? ഒന്നും ഫ്ലുവൻ്റ് അല്ല. അയ്യോ, നിന്നെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. കേരളത്തുകാർ പിള്ളേരെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാ, അവർക്ക് ഭാഷയില്ല. അപ്പൊ നിന്നെ ഇപ്പൊ ഞങ്ങൾ എടുക്കത്തില്ല എന്ന് പറഞ്ഞു വിട്ടു. കുറച്ചേരമൊക്കെ കുത്തിയിരുന്ന് കരഞ്ഞെങ്കിലും കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ദൈവഹിതമില്ലാത്തത് ഒന്നും എന്റെ ജീവിതത്തിൽ നടക്കരുത്. അപ്പം ഒരു നേഴ്സായി തീരണമെന്ന് നിനക്ക് എന്നെ കുറിച്ച് ഇഷ്ടമില്ല എങ്കിൽ എനിക്കത് വേണ്ട. മറ്റെന്താ നിനക്ക് എന്നെ കുറിച്ചുള്ള പ്ലാന്, അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. അങ്ങനെ എന്റെ ബ്രദറിന്റെ കൂടെ ഞാൻ കാഠ്മണ്ഡുവിന് പോയി. കാഠ്മണ്ഡുവിൽ പോയി ഒരു ടൈപ്പിംഗ് പഠിക്കുന്നതിന് വേണ്ടി ഒരു സാഹചര്യം കിട്ടി. അതിരാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പോയി ടൈപ്പ് പഠിക്കും. ടൈപ്പൊക്കെ പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി കിട്ടി. അങ്ങനെ ജോലി മാറി മാറി 2-3 സ്ഥലങ്ങളിൽ എനിക്ക് കിട്ടി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ OMS എന്ന് അവിടെ ധാരാളം ഉണ്ടായിരുന്നു. OMലെ 2 സഹോദരിമാര് കൂട്ടിമുട്ടി. അവര് പറഞ്ഞു, എലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വരെ പോകാന്, ഹെലമ്പൂർ ട്രക്കിങ്ങിന് പോകാന് ഞങ്ങൾക്ക് ഒരാളെ വേണം, നിനക്ക് വരാൻ താല്പര്യമുണ്ടോ? അത് കേട്ടപ്പോ മനസ്സിലെ ഒരു താല്പര്യം തോന്നി. ഇതുവരെ കാഠ്മണ്ഡുവിന് വെളിയിൽ എങ്ങും പോയിട്ടില്ല, കർത്താവിന്റെ വേലയോട് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞാലും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇവരുടെ കൂടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയാന്ന്. അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. ഒരു ദിവസം രാവിലെ OMലുള്ള ഒരു സഹോദരൻ ഒരു വാനുമായിട്ട് വന്നു. എന്നെ കൊണ്ടുപോയി സുന്ദരിയൽ എന്ന് പറയുന്ന സ്ഥലത്തിന് വഴിയുടെ മുക്കിക്കൊണ്ട് ഇറക്കി. അവരും ആ സഹോദരിമാരും അവിടെ വന്നു. ഞങ്ങൾ 3 പേരും പുറത്ത് ഓരോ ട്രക്കിങ്ങിനുള്ള ബാഗ് വല്ലതും എടുത്ത് കെട്ടി അതിനകത്ത് പുസ്തകങ്ങളും ഞങ്ങളുടെ വസ്ത്രങ്ങളും എല്ലാം എടുത്ത് വെച്ച് മേളോട്ട് നടക്കാൻ തുടങ്ങി. 1/2 മണിക്കൂർ നടന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. കർത്താവേ, ഇതെങ്ങനെ ഞാൻ നടക്കും? എന്തിന് ഞാന് ഇതിന് എന്ന് പറഞ്ഞു? ഇത് നടന്ന് വെള്ളവുമില്ല, കൈ ഫുഡുമില്ല, എങ്ങോട്ടായി പോകുന്നത്? ഒരു മനുഷ്യനെയും കാണുന്നുമില്ല, എല്ലാം മരവും കാടും ഒക്കെ തന്നെ. ഇത് പറയേണ്ടിയില്ലായിരുന്നു. എന്നാലും ഉള്ളി പ്രാർത്ഥിക്കും, അല്ല അത് അങ്ങനെ ചിന്തിക്കരുത്, കർത്താവ് കൊണ്ടുപോവാ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് പോവാൻ. ഇല്ല കർത്താവ് ക്ഷമിക്കണേ. മുന്നോട്ട് നടന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ ആ പെൺകുട്ടികളും എന്നെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഒരാള് ജർമ്മൻകാരത്തി, ഒരുത്തി സ്വിറ്റ്സർലൻഡുകാരി. അവര് എന്നോടാണ് ഓരോന്ന് ചോദിക്കുന്നത്, എനിക്കൊന്നും അറിയത്തില്ല താനും. അവിടുന്ന് മുൻപോട്ട് നടന്ന് 2 മണി ആയപ്പം ഒരു വീട് കണ്ടു. ആ വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ ചെന്ന് അവരോട് എന്തൊക്കെയോ ചോദിച്ചു. അവര് വഴി പറഞ്ഞു തന്നു. അവിടുന്ന് ഞങ്ങളൊരു ഇടവഴിയിൽ കൂടെ മേളോട്ട് നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു മദ്യപാനി വാവിച്ച് വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു വരുന്ന കണ്ടപ്പോ ഞങ്ങൾക്ക് അങ്ങ് ഭയങ്കര ഭയം തോന്നി. അവിടുന്ന് ഞാൻ ഉള്ളിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഒരു കുഴപ്പം വരില്ല, ഈ മനുഷ്യൻ ഞങ്ങളെ ശല്യപ്പെടുത്തി ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് വഴി ഒതുങ്ങി മാറി കൊടുത്തു. അദ്ദേഹം അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ മേളോട്ട് നടന്ന് കയറ്റം തന്നെ ഉള്ളൂ, കയറ്റം.
കേറി 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 5:30 ആയപ്പം ഒരു വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ ചെന്നിറങ്ങി. ഓ, വളരെ സന്തോഷമായി. അവിടെ കുറച്ചേരം നിന്നു. അപ്പൊ ഒരു സ്ത്രീ ഇറങ്ങി വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് വെള്ളം വേണോ? ഞങ്ങൾ പറഞ്ഞു വെള്ളം വേണം. വെള്ളം തന്നു. നിങ്ങൾക്ക് ഇന്ന് ഇവിടെ താമസിക്കണോ? താമസിക്കണം. ആഹാരം വേണോ? വേണം. അവരുടെ അടുക്കള തന്നെ തുറന്നു തന്നു. അതിൻ്റെ അകത്ത് അവര് വന്നിരുന്ന് 2-3 കല്ലുമൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. വിറകുമൊക്കെ ഇട്ട് ഒരു ചട്ടിക്കകത്ത് അരി വിട്ടു, ഡാള് വിട്ടു, പരിപ്പ് വിട്ടു, പെട്ടെന്ന് ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു. പുല്ല് കൊണ്ടുള്ള പാ തന്നു. അതിലിട്ട് കിടന്നോളാനും പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു. അത് തുറന്ന് അതിനകത്തോട്ട് കയറി കിടന്നു. ഒരു വാതിലുണ്ടാവും. വാതിക്കല് ഒരു പലകയും വെച്ച് അടച്ചു. ഞങ്ങളുടെ ഇവിടെ പട്ടിയും ഉണ്ടായിരുന്നു, ആട്ടിൻകുട്ടിയും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവിടുന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കിടന്നുറങ്ങി. വളരെ ക്ഷീണമായിരുന്നുകൊണ്ട് നേരം വെളുത്തതേ അറിഞ്ഞില്ല. രാത്രി ഇടയ്ക്ക് പട്ടിയൊക്കെ കുരച്ചു. കിടക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. ഈ പലക കൊണ്ട് അടച്ച കതവ് നോക്കിയാ കള്ളനുണ്ടോ, ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെയാ, ഉപദ്രവിക്കാൻ വല്ലൊരു വരുമോ എന്നൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഈ കള്ളുകൂടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകുന്നതും ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരം വെളുത്തു ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും സമയമായി, ഞങ്ങൾ പോകട്ടെ. ഒരു പാട്ട് പാടി, കുശി കുശി മനാവോ എന്നുള്ള പാട്ട് പാടി കേൾപ്പിച്ചു. ശാന്തിക്കോ ബാട്ടോ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, മനുഷ്യഹൃദയം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇത് അവർക്ക് ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കൊടുത്തിട്ട് 6 രൂപ അവർക്ക് ദാനം കൊടുത്തു. ഇത് രാത്രി കഴിച്ച ആഹാരത്തിന്റെ പൈസയാണ്. അവിടുന്ന് ഞങ്ങൾ പിന്നെയും നടന്നു. പിന്നെയും അതുപോലെ തന്നെ ഒരിറക്കം ഇറങ്ങിയിട്ട് പിന്നെ അങ്ങ് കേറി 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 ഒരു വീട്ടിൽ ചെന്നു. അവിടെ ഇതുപോലെ ഞങ്ങൾ താമസിച്ചുറങ്ങി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ദിവസം പിന്നെ ഒരു മല കയറി കേറി 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 അങ്ങേയറ്റം വന്നപ്പോ എനിക്കൊരു ശ്വാസത്തിനൊരു ഏക്കം വലിയൊക്കെ ഉണ്ട്. എനിക്ക് നടക്കാൻ വയ്യാത്ത പോലെ. അവിടുന്ന് ഒരു അരുവി കൂടെ വെള്ളം പോകുന്ന കണ്ട് അവിടെ ചെന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ കഴുകി കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ 2 ചെറുപ്പക്കാരായ ചെറുക്കന്മാരെ കാഠ്മണ്ഡുവിന് ജോലിക്ക് പോകാൻ വേണ്ടി ഓടി 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 അവര് വരുന്നു. നിങ്ങൾക്ക് എവിടെ പോകാനാ? സംസാരിച്ചു. അങ്ങനെ മുന്നോട്ട് നടന്നു നടന്ന് ആ മല താഴോട്ട് ഇറങ്ങിയപ്പം ഞാൻ ഇറങ്ങി ഒരു നല്ലൊരു വീടിന്റെ മുറ്റത്ത് ചെന്നിറങ്ങി. അതെന്താന്ന് ചോദിച്ചാൽ ബുദ്ധിസ്റ്റ് മങ്ക് താമസിക്കുന്ന വീടായിരുന്നു. മനോഹരമായിട്ടുണ്ടാക്കിയ വലിയൊരു വീട്. അതിനോട് ചേർന്ന് വളരെ സൗകര്യത്തിലുണ്ടായിരിക്കുന്ന 2 നില ഒരു വീട് ഒരു വല്യമ്മയ്ക്ക് താമസിക്കാനായി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വല്യമ്മ ഇറങ്ങി വന്നു. അവരും ഇതുപോലെ ചോദിച്ചു, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ കിടക്കുന്നു? ഞങ്ങൾ പറഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞു. എന്നാ വാ എന്നും പറഞ്ഞ് അവരുടെ വീടിന്റെ മുകളിലോട്ട് കൊണ്ടുപോയി അവിടെ ഒരു മുറിയിൽ ഇരുത്തി. അവരെന്നിട്ട് ഓടിപ്പോയി മങ്കനെ ചെന്ന് വിളിച്ചോണ്ട് വന്നു. അത് ചെറുപ്പക്കാരൻ്റെ ഒരു മനുഷ്യനായിരുന്നു. കുറഞ്ഞ ഒരു 40 വയസ്സിനിടയിൽ പ്രായമുള്ള ഒരാള് വന്ന് ഞങ്ങളോട് ഇംഗ്ലീഷിലും ഒക്കെ സംസാരിച്ചു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു അയാള് സംസാരിച്ചപ്പം. എന്നിട്ട് അദ്ദേഹം തന്നെ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ വിശന്നായിരിക്കുമല്ലോ, നിങ്ങൾക്ക് ചോറുണ്ടാക്കി തരട്ടെ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇച്ചിരി അരിയും വെള്ളം എന്നൊക്കെ തന്നാ മതി, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം. ഇല്ലില്ല, നിങ്ങളെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിപ്പിക്കത്തില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അയാൾ തന്നെ അവിടെ ഇരുന്ന് ഒരു മണ്ണെണ്ണ സ്റ്റൗവില് ചോറും ഡാളും കൂടെ ഉണ്ടാക്കി നന്നായിട്ട് ഉണ്ടാക്കി. വളരെ രുചിയായിരുന്നു. ഞങ്ങൾ വളരെ വിശന്നുമായിരുന്നു. ഇത് നിങ്ങൾ കഴിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ ഇവിടുന്ന് പൊക്കോണം, ഞാൻ വരികയൊന്നുമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിച്ചു. ഞങ്ങൾ ആ ചോറും ഒക്കെ കഴിച്ചിട്ട് രാവിലെ അവിടെ നിന്ന് പോരുന്നു. അപ്പൊ ബുദ്ധിസ്റ്റ് ആണെങ്കിലും അവരുടെ അതിഥി സൽക്കാരവും അവരുടെ സ്നേഹവും താഴ്മയും ഒക്കെ കണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. അവർക്ക് വേണ്ടി ഞാൻ ഉള്ളി പ്രാർത്ഥിച്ചു, കർത്താവേ അവർക്ക് ജീവിതത്തിൽ ഒരു അവസരം കൊടുക്കണേ, രക്ഷിക്കപ്പെടുവാൻ. അങ്ങനെ കുറച്ച് പുസ്തകങ്ങളൊക്കെ അവിടെ നമ്മൾ ദാനം കൊടുത്തിട്ട് പോരുകയും ചെയ്തു. അവിടുന്ന് രാവിലെ നടന്ന് മുന്നോട്ട് പോരുന്നപ്പം ആ വല്യമ്മയുടെ പട്ടി ഞങ്ങളുടെ പുറകെ കുറച്ച് ദൂരെ വന്ന് പിന്നെ എങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മൂമ്മ വലിയ വായില് കരഞ്ഞു കൂവി ഞങ്ങൾ വരുന്നു, എന്റെ പട്ടിയും കൂടെ നിങ്ങൾ പോയേന്നും പറഞ്ഞ്. അയ്യോ, ഞങ്ങളങ്ങാമ്പരന്ന് പോയി. ഇതെന്തൊരു അവരുടെ പട്ടിയെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകാനാ? എന്നിട്ടില്ല, നിങ്ങളെ ഞാൻ വിടത്തില്ല. ആ കാട്ടിനുള്ളിൽ ഒരു സ്വാമി താമസിക്കുന്നുണ്ട്, ആ സ്വാമിയുടെ അടുത്ത് നിങ്ങളെ കൊണ്ട് ഞാന് കാണിക്കും, അദ്ദേഹം പറഞ്ഞിട്ട് പോയാൽ മതി. ശരി, ഞങ്ങൾ പോയി. ആ കാടിനുള്ളില് 2-3 മുറിയൊക്കെ പണിത് ഒരു ഇന്ത്യക്കാരനായ സ്വാമി അവിടെ താമസിക്കുന്നു.
അയാള് നല്ല ഫ്ലുവന്റ് ഇംഗ്ലീഷൊക്കെ പറയുന്നു, ഹിന്ദിയും പറയുന്നു. കാലയിൽ കുത്തിയിരുന്ന അയാൾ നടക്കുന്ന എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടില്ലേ. പക്ഷെ അയാൾ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ആ പാവപ്പെട്ട സ്ത്രീയുടെ പട്ടിയെ എന്ത് ചെയ്യും? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ പുറകെ കുറച്ചു ദൂരം വന്നു, പിന്നെ എവിടെ പോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ആ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, അവർക്ക് അതേ ഉള്ളായിരുന്നു. ആ ഞങ്ങൾ അവിടെ നിന്ന് ഇനി എന്തോ ചെയ്യാനാ? അവിടുന്ന് ഞങ്ങൾ അവിടെ പറഞ്ഞു, നിങ്ങൾക്ക് ഇതുവഴി താഴോട്ട് ഇറങ്ങിപ്പോയാല് നിങ്ങൾക്ക് വളരെ സൗകര്യമായിട്ട് നിങ്ങൾക്ക് കാഠ്മണ്ഡു ചെന്ന് എത്താൻ പറ്റും. അങ്ങനെ അവിടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. യാതൊരു ആപത്തും വരാതെ, അപകടവും വരാതെ, ഞങ്ങളെ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ ഞങ്ങൾ അവിടെ നിന്ന് ആ സ്ഥലം വിട്ടു. ഞങ്ങൾ മുൻപോട്ട് നടന്നു. എന്നാല് ആ ഏതാണ്ട് 2:30 മണിയായപ്പോൾ ഞങ്ങൾ കാഠ്മണ്ഡു ചെന്നെത്തി. വളരെ സന്തോഷമായിരുന്നു. പാസ്റ്റർ റോബർട്ട് കർത്താഗ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. 1950 തൊട്ട് അവര് ഡാർജിലിംഗിൽ നിന്ന് വന്നിട്ടുള്ള പാസ്റ്റർമാരാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ വിളിച്ചു പറഞ്ഞു, ആലീസേ, ഇങ്ങനെയൊക്കെ പോയതൊന്നും അത്ര ശരിയല്ല. നീ ചെറുപ്പക്കാരിയായ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ശരിയല്ല ഇങ്ങനെ പോകുന്നത്. നമ്മൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പോയി. ദൈവത്തിന്റെ വേലയ്ക്കാണേലും പോകല്ല, ഇത് ഭയങ്കര അപകടം ഏറിയ സ്ഥലത്തൂടാണ് നിങ്ങൾ പോയത്. ദൈവത്തിന്റെ സ്തോത്രം. യാതൊരു ആപത്തും കൂടാതെ വണ്ണം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒത്തിരി ലിറ്ററേച്ചർ അവിടെ ഇവിടെ പലർക്കും കൊടുക്കുവാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ മടങ്ങി വന്ന് ജോലിയിൽ തന്നെ ചേർന്നു. എന്നാൽ കേരളത്തിലായിരുന്നപ്പോൾ ഒരു വട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെയാണ്, മുന്നിൽ ഒരു സ്വർണം കൊണ്ടുള്ള പലക ഇങ്ങനെ ആദ്യമേ വന്നു നിന്നിട്ട് അതിൽ മത്തായി 6:30 എന്നിങ്ങനെ എഴുതിയിട്ടിരുന്നു. ഞാൻ പെട്ടെന്ന് ബൈബിൾ തുറന്നു ഇങ്ങനെ നോക്കി. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത്, ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിനെ പുല്ലിനെ ദൈവം ഇങ്ങനെ അണയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണയ്ക്കും. എനിക്കിത് വായിച്ചിട്ട് ഹൃദയത്തിന് വലിയ ആനന്ദം ആ സമയത്തുണ്ടായി. ഞാനൊരു അല്പവിശ്വാസിയാ. എന്റെ വിശ്വാസം എനിക്ക് അളന്നുപോലും നോക്കാൻ എനിക്കൊന്നുമില്ല. അല്പവിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നോട് കർത്താവ് പറയുകയാണ്, വയലിൽ പൂക്കുന്ന പൂ എത്ര മനോഹരമായിട്ടാണ് കർത്താവിന്. ഒരു ദിവസത്തേക്കേ ഉള്ളൂ അതിന്റെ ആയുസ്. 2-ാം ദിവസം അത് ഉണങ്ങി അതിനെ കരിച്ച് തൂത്തുവാരി കളയും. എന്നാൽ നിങ്ങളെ അല്പവിശ്വാസിയെ കർത്താവിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ നിങ്ങളെ ഞാൻ എത്രയധികം അണയ്ക്കും. അതെന്റെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും വരുവാൻ തുടങ്ങി. കർത്താവെ, എന്നെ നേഴ്സിംഗ് പഠിക്കാനായിട്ട് റെക്സോളിൽ കൊണ്ടുവന്നു. ദൈവത്തിന്റെ ഇഷ്ടമല്ലായിരുന്നു. കാഠ്മണ്ഡു കൊണ്ടെത്തിച്ചു. എനിക്ക് വലിയ വിദ്യാഭ്യാസമോ ഡിഗ്രിയോ ബൈബിൾ കോളേജ് ഗ്രാജുവേഷനോ ഇതൊന്നും കിട്ടിയിട്ടില്ല. കർത്താവിന്റെ വേല ചെയ്യുവാനും അവിടുത്തെ ആൾക്കാരെ തിരിച്ചറിയുവാനും ഭാഷ പഠിക്കുവാനും ഇതൊക്കെ ദൈവം തന്നായ ഒരു അവസരമാണ്. ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ മനസ്സിലാക്കി. ഇതാണല്ലോ അല്പവിശ്വാസിയെ നിങ്ങളെ എത്രയധികമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യുണൈറ്റഡ് മിഷൻ ഓഫ് നേപ്പാളിന്റെ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ എനിക്ക് സെക്രട്ടറി കം ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞ് ജോലി ചെയ്യുവാൻ ഒരു അവസരം കിട്ടി. ദൈവത്തിന്റെ സ്തോത്രം. അതൊരു നല്ലൊരു പോസ്റ്റ് ആയിരുന്നു, നല്ലൊരു ശമ്പളമായിരുന്നു. അതിന്റെ മാനേജറായിട്ട് റെവറൻഡ് ജിംറോൺ, അമേരിക്കൻ മിഷണറി, അസംബ്ലീസ് ഓഫ് ഗോഡ് മിഷണറിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ഇരുന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഏതാണ്ട് 2 വർഷത്തിന് മുമ്പായിട്ട് കാഠ്മണ്ഡുവിലെ SABC ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവിടെ പ്രവർത്തനത്തിന് അസംബ്ലീസ് ഓഫ് ഗോഡിനോട് പ്രവർത്തിക്കുവാൻ വന്നിട്ടുണ്ട്. ഇവര് തമ്മിൽ കൂട്ടുകാരാണ്. എൻ്റെ ഹസ്ബൻഡിനോട് ഇദ്ദേഹം പറഞ്ഞു, ആലീസിനെ നിനക്ക് വിവാഹം കഴിച്ചുകൂടിയോ? നല്ലൊരു പെങ്കൊച്ചാണ് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും ഇതിനുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ മുന്നോട്ട് ആലോചിക്കുവാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ അമ്മച്ചിക്കും അപ്പച്ചനും എഴുതി. അമ്മച്ചി ഇങ്ങനെയാണ് മറുപടി എഴുതിയത്: മോളെ, ദൈവഹിതം പ്രാർത്ഥിച്ച് അറിയുവാനൊക്കെ നിനക്കറിയാമല്ലോ. പ്രാർത്ഥിച്ച് ദൈവഹിതമാണെങ്കിൽ നടത്തുക. നിങ്ങൾക്ക് അവിടെ നടത്തണമെങ്കിൽ നടത്തിക്കോ, നാട്ടിൽ വന്ന് നടത്തണമെങ്കിൽ നടത്തിക്കോ. ഞങ്ങൾക്ക് വിരോധം ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു, പ്രാർത്ഥിച്ചു.
ദൈവം എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ വിവാഹം അങ്ങനെ നടന്നു. അതിനുശേഷമായി ഞങ്ങൾ രണ്ടുപേരും കൂടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ തുടങ്ങി. ഏതാണ്ട് 3 വർഷക്കാലം കർത്താവിന്റെ വേലയില് ഞങ്ങൾ മുൻപോട്ട് പോയി. അദ്ദേഹത്തിന്റെ ഒരു സൈക്കിളേ ഉണ്ടായിരുന്നുള്ളൂ. സൈക്കിളിന്റെ പുറകിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം പോകും. ഓരോ കൂട്ടുകാരെ കാണാൻ പോകും, വിസിറ്റിങ്ങിന് പോകും. ഇങ്ങനെയൊക്കെ ചെയ്തു കോണ്ടാക്ട് വീട്ടിൽ കൊണ്ടുവരും. അവർക്ക് ചോറും ഡാളും സബ്ജിയും ഒക്കെ ഉണ്ടാക്കി അവരെ കഴിപ്പിക്കും. അവരുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. 3 വർഷമായിട്ടും എനിക്ക് മക്കളൊന്നും ഉണ്ടായില്ല. അപ്പൊ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാരും ചോദിക്കാൻ തുടങ്ങി, ഇതെന്താ മക്കളൊന്നും ഇല്ലാത്തത്? ഓ, അപ്പൊ അതൊരു ഭാരമായി തീർന്നു. ഈ മക്കളില്ല എന്ന് മനുഷ്യർ ചോദിക്കുമ്പോ അതൊരു വിഷമമായി. അപ്പൊ ഇനി വല്ല സോക്കേടം ഉണ്ടോ നമുക്ക് എന്ന് നമുക്ക് ചിന്തയായി. ഏതായാലും കൊള്ളാം, ഞാന് കർത്താവിനോടൊരു ഒരു കരാറിട്ടു. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ 15 ഞായറാഴ്ച ഞാൻ പ്രഗ്നന്റ് ആകാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. 15 ഞായറാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു. മറ്റിട ദിവസങ്ങളിലൊന്നും നിരന്തരം പ്രാർത്ഥിക്കാൻ എനിക്ക് സമയമില്ല, ബിസിയാ. അതുകൊണ്ട് ഞായറാഴ്ചയാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസം. അപ്പൊ അത് വളരെ സുഖകരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധനകളിൽ ഇരിക്കുകയും ചെയ്യാം. അങ്ങനെ 15ാമത്തെ ദിവസം ഞാൻ അവസാന പ്രാർത്ഥനയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ വയറ്റിലോട്ട് കൈവച്ചു. വെച്ചിട്ട് ഞാൻ അനുഗ്രഹിച്ചു. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഉദരത്തിൽ കുഞ്ഞ് ജനിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ കണ്ടെത്തും എന്ന് ദൈവവചനം തന്നിട്ടുണ്ട്. ഞാൻ അപ്രകാരം വിശ്വസിക്കുന്നു. എൻ്റെ മാതാപിതാക്കളുടെയും എൻ്റെ പഴയ അപ്പന്മാരുടെ എല്ലാം പാരമ്പര്യമായിട്ടുള്ള കുടുംബത്തിലുള്ളവരുടെ എല്ലാം പാപം ഞാൻ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിലുള്ള മാതാപിതാക്കളുടെയും അവരുടെ പിതാക്കന്മാരുടെ എല്ലാം പ്രാർത്ഥന പാവങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ വയറിൽ കൈവച്ച് ഞാൻ അനുഗ്രഹിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് കുഞ്ഞ് വയറ്റിലായെന്ന്. 4 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ കാലുകുത്തിയപ്പം ഞാൻ തല കറങ്ങി താഴോട്ട് പോവാം. അയ്യോ, എനിക്ക് നിൽക്കാനും വയ്യ, ഛർദിക്കാനും വരുന്നു. അയ്യോ, ഇതെന്തൊരു കുഴപ്പം. അന്നേരം പ്രഗ്നന്റ് ആണെന്നൊന്നും ഓർമ്മ വന്നില്ല. ഇതെന്താ കുഴപ്പമെന്നാണ് ഓർത്തത്. അവിടുന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോ അവർ പറഞ്ഞു, ചിരിച്ചോണ്ട് പറഞ്ഞു, നീ 4 ആഴ്ച പ്രഗ്നന്റ് ആണ്. അയ്യോ, എനിക്ക് അങ്ങ് സന്തോഷം കൊണ്ട്, അയ്യോ എൻ്റെ കർത്താവ് എത്ര നല്ലവൻ, എത്ര നല്ലവൻ, എത്ര നന്ദി കരയേറ്റിയാലും അതിന് അവസാനമില്ലല്ലോ. എൻ്റെ കർത്താവ് വിശ്വസ്തൻ, വാക്ക് പറഞ്ഞാൽ മാറാത്തവനെന്ന് എനിക്കങ്ങ് ഉറപ്പ് കിട്ടി. എൻ്റെ വിശ്വാസം അങ്ങ് വർദ്ധിച്ചു. ഒരു മകളെയാണ് തന്നത്. അവളെ 5 മാസം പ്രഗ്നന്റ് ആയിക്കൊണ്ട് ഇരുന്നപ്പം ഡിസംബർ മാസത്തിലെ കാളി ബഹദൂർ എന്നും പറഞ്ഞൊരു പാസ്റ്റർ ലാംകാരയിൽ നിന്ന് പാസ്റ്റർ വിളിച്ചു, ഇവിടെ വന്ന് ക്രിസ്തുമസിന് പ്രസംഗിക്കണമെന്ന്. അച്ചായൻ ചോദിച്ചു, എടി നീ തന്നെ ഇവിടെ ഇരിക്കുമോ, ഞാൻ പോയി പ്രസംഗിച്ചേച്ച് വരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വരിക. എന്നാൽ മല കയറണമെന്നോ വയറ്റിൽ കുഞ്ഞുണ്ടെന്നോ ഒന്നോ ഞാൻ വിചാരിച്ചില്ല, ചിന്തിച്ചില്ല. ഞാനും വരുന്നു എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ വണ്ടി കയറി ലാംകാരയിലോട്ട് പോകുന്ന വഴിയിൽ കയറുന്ന അവിടെ കൊണ്ട് വണ്ടി നിർത്തി അവിടെയും ചെന്ന് മല കയറ്റം. അയ്യോ, കയറുന്നിടയിലില്ല. ഞാനെൻ്റെ കൈയെടുത്ത് വയറി വെക്കും, കർത്താവേ, നീ കുഞ്ഞിനെ സൂക്ഷിച്ചു കൊള്ളണമേ, നീ തന്നതാണ്, ഒരു കേടും വരില്ലാതെ നീ സൂക്ഷിച്ചു കൊള്ളണേ, ഞാൻ മല കയറി കാണേന്ന്. പതുക്കെ 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 കയറി. രാവിലെ അത് കയറി 5:30 ആയപ്പോൾ ഞങ്ങൾ ആ പറഞ്ഞ സ്ഥലത്ത് എത്തി. ഒരു മല കയറി താഴോട്ട് ഇറങ്ങും, പിന്നെയും ഒരു മല കയറും, പിന്നെ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയപ്പോ അച്ചായൻ എന്നെ കാണിച്ചു, ഇത് ഈ കാണുന്ന മലയൂടെ കയറുമ്പം അവിടെ കുറെ വീടുകളുണ്ടല്ലോ, അവിടാണ് നമ്മൾ ചെന്നെത്തുന്നത്. ശരി, അങ്ങനെ അവിടെ ചെന്നെത്തി. ആദ്യം കണ്ട വീട്ടിൽ കയറി ഞങ്ങൾ ഇരുന്നു. അവര് പെട്ടെന്ന് കുറച്ച് വെള്ളവും കൊണ്ട് തന്നു. കാച്ചിക്ക, വലിയ കാച്ചിക്ക വെട്ടിമുറിച്ച് ഇത്രയും വലുതായിട്ട് വേരൊന്നും കളയാതെ ഒരു പ്ലേറ്റിൽ കൊണ്ടു തന്നു. കണ്ടപ്പം തിന്നാനിങ്ങനെ വലിയ ആർത്തിയോടെ ഞാൻ അല്പം ഇങ്ങനെ എടുത്തപ്പോ, അയ്യോ, ആ വേരെ മുഴുവൻ ഇരിക്കുന്ന എന്തുവാ, ഒരു കെട്ട് തലിമുടിയാ. അയ്യോ, ഇതെങ്ങനെ വായി വെക്കുന്നത്? അച്ചായൻ പറഞ്ഞു, അതൊന്നും നീ നോക്കണ്ട, ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി ഇളകിയെടുത്ത് കഴിക്ക് പെട്ടെന്ന്. അങ്ങനെ അച്ചായൻ പറഞ്ഞല്ലേ, ഇളകിയെടുത്ത് അല്പം വായി തിന്ന് ഇച്ചിരി വെള്ളം കുടിച്ചു. അവിടെ നിന്ന് കാളി പകർന്നിട്ട് വീട്ടിലോട്ട് ഞങ്ങൾ പോയി.
അവിടെ ചെന്നു. അവര് ഞങ്ങളെ സ്വീകരിച്ചത് എവിടാ? അവരുടെ അടുക്കളക്കകത്ത്. അടുക്കളയില് രണ്ടു മൂന്ന് കല്ലുമൊക്കെ കൂട്ടി കുറെ വിറകുമൊക്കെ വെച്ച് അവര് ചോറും ഒക്കെ ഉണ്ടാക്കി പാകൊണ്ടുള്ള തകിടെന്ന് പറയും, ആ ചമ്പളക്കൂട്ടിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങൾക്ക് ചോറും ഒക്കെ തന്നു. അവിടെ തന്നെ ആ രാത്രി കിടന്ന് ഉറങ്ങി. നേരം വെളുത്തപ്പം 8 മണി തൊട്ട് ആൾക്കാര് ആ വീട്ടിലങ്ങ് കയറി വരിക. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ആ വീട്ടിലങ്ങ് കയറി വരിക ക്രിസ്മസിന്റെ ആഘോഷത്തിന്. ഞാനും പോയി അവരോട് ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. എൻ്റെ ഒരു കാലങ്ങ് ഫ്രോസണായി, ഭയങ്കര വേദന. പല രീതിയിലും ഞാൻ കൈകൊണ്ടൊക്കെ തിരുമുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരു കുറവുമില്ല. അവിടുന്ന് ഞാൻ വിചാരിച്ചു എന്തോ ചെയ്യാനാ. അച്ചാനിരുന്ന് പാടുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നു, പുള്ളിയെ ട്രബിൾ ചെയ്യാൻ പറ്റുമോ? അവിടുന്ന് ഇറങ്ങിപ്പോയി ഒരു വെയിലത്ത് പോയി കുറച്ചേരം ഇരുന്ന് കൈകൊണ്ട് തന്നെ തിരുമ്മിക്കൊണ്ടിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് അച്ചായൻ പെട്ടെന്ന് ഓടി വന്നു. എന്താ പറ്റി നിനക്ക്? ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, എൻ്റെ കാല് എടുത്ത് പൊക്കാനും വയ്യ, കാലിന് ഭയങ്കര വേദന, ഐസ് പോലെ ഇരിക്കുന്നല്ലോ. പുള്ളി തൊട്ട് നോക്കി വെച്ച് പറഞ്ഞു, ആ ശരിയാ. ആരാണ്ടോട് പറഞ്ഞു കുറച്ച് ചൂടുവെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചു. അവര് പെട്ടെന്ന് ഒരു മഗ്ഗിനകത്ത് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് തന്നു. പുള്ളിയുടെ ഹാങ്കർ ചീപ്പ് തന്നെ എടുത്ത് എൻ്റെ കാലയിൽ മുക്കി ഇങ്ങനെ തിരുമ്മി അവിടെ ഇവിടെയെല്ലാം അങ്ങനെ ചെയ്തു. അതിൻ്റെ വേദന അങ്ങ് മാറി. കർത്താവിന് സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടുന്ന് എഴുന്നേറ്റു. അവര് തന്ന ആഹാരവും കഴിച്ചിട്ട് അവിടുന്ന് ഞങ്ങളെ തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ രാത്രി വന്നെത്തി. അങ്ങനെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. എൻ്റെ കാലിന് യാതൊരു കുഴപ്പവും വന്നില്ല, എൻ്റെ വയറ്റിലെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും വന്നില്ല. ഞങ്ങളെ 3 പേരെയും കർത്താവ് സൂക്ഷിച്ചു. അങ്ങനെ മെയ് 12 1979 എൻ്റെ മോള് ഞങ്ങൾക്ക് ജനിച്ചു. വളരെ സന്തോഷമായിരുന്നു. പക്ഷെ 3 മാസക്കാലം എനിക്ക് അല്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതും സഹിക്കാനും സന്തോഷത്തോടെ വഹിക്കുവാനും എനിക്ക് ദൈവം പ്രാപ്തി തന്നു. അച്ഛൻ എനിക്ക് വേണ്ടതായ എല്ലാ കെയറും, ഒരമ്മ ചെയ്യുന്ന പോലെ എല്ലാ കെയറും എനിക്ക് ആ സമയത്ത് ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിവും താല്പര്യവും ബുദ്ധിയും ഒക്കെ കൊടുത്തു. 3 മാസം കഴിഞ്ഞു. കുഞ്ഞിന്റെയും വളർച്ച മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നു. 1 വയസ്സ് കംപ്ലീറ്റ് ആയപ്പം സുവർണപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഹേമന്ത് എന്ന് പറഞ്ഞ ഒരു പയ്യൻ 1 മാസത്തേക്ക് ബൈബിൾ സ്റ്റഡിക്ക് വന്നിരുന്നു. അവൻ പഠിത്തം കഴിഞ്ഞ് പോകാൻ നേരം അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളുടെ കൂടെ വരണം എൻ്റെ കൂടെ ഗ്രാമത്തിൽ. എൻ്റെ അപ്പനോടും അമ്മയോടും ഗ്രാമക്കാരോടും ഈ സുവിശേഷം അറിയിക്കാൻ വരണമെന്ന് പറഞ്ഞു. ഞാനും പോകാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഞാൻ രണ്ടാമത്തെ മോനെ ഡേവിഡിനെ 2 മാസം പ്രഗ്നന്റുമായിരുന്നു. ഞാനും പോകാമെന്ന് തീരുമാനിച്ചു. അതേ ഇരിക്കുന്നു. ബസ്സിൽ കയറി ഇറങ്ങി. ഞങ്ങള് സുവർണപൂരിലോട്ട് പോകുന്ന വഴിക്ക് ഇറങ്ങി. അങ്ങ് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്, മലയൊന്നും അല്ലായിരുന്നു. നടന്ന് വെയിലുകൊണ്ട് നടന്ന് ഒരു കാപ്പിക്കടയായിട്ടൊന്നുമില്ല, വെള്ളമായിട്ട് ഒന്നുമില്ല. എൻ്റെ നാക്കിലെ വെള്ളവും അങ്ങ് പറ്റി. അങ്ങ് പ്രഗ്നന്റുമാണ്, കുഞ്ഞിന് പാല് കൊടുക്കുന്നു. എന്നാൽ ആ സമയത്തൊന്നും കയ്യിൽ ധാരാളം പണവുമില്ല. എന്നാൽ കുഞ്ഞിന് ബിസ്ക്കറ്റ് മേടിക്കണമെന്നോ ഇന്നത്തെ കൂട്ടെ വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ വാട്ടർ മേടിക്കുന്ന സിസ്റ്റം ഒന്നും അന്നൊന്നും ഇല്ലായിരുന്നു. അയ്യോ അച്ചായ, എനിക്ക് ഭയങ്കര ദാഹം, എന്നെ തൊണ്ടയങ്ങ് ഉണങ്ങി, എനിക്ക് നടക്കാൻ പറ്റിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിയും വിഷമിച്ച് നോക്കിയപ്പം ഒരു വയലിൻ്റെ അത് ഹാൻഡ് പമ്പ് കണ്ടു. അങ്ങോട്ട് ചെന്നു. ആ ഹാൻഡ് പമ്പ് കൊണ്ട് വെള്ളം അടിച്ചപ്പോൾ ഭയങ്കര നാറ്റം. അയ്യോ, ഇതിനി എങ്ങനെയാ കുടിക്കുന്നത്? ഇത് കുടിച്ചാല് അമീബയോ വല്ലോ അസുഖമൊക്കെ ഉണ്ടാകുമല്ലോ. കുറച്ച് അടിച്ച് ആ വെള്ളം കളഞ്ഞേച്ച് കൈ പിടിച്ച് കുടിച്ചു. കൊച്ചിനും കൊടുത്തു, ഞങ്ങളും കുടിച്ചു. നടന്നു. അങ്ങനെ നടന്ന് രാത്രി 5:30 ആയപ്പോ ഹേമന്തിന്റെ വീട്ടിൽ ചെന്നെത്തി. ഞങ്ങളുടെ കൂടെ തന്നെ അവന്റെ അമ്മയും അപ്പനും അവരുടെ ആടും പശുവും എല്ലാം കൂടെ വന്നു. ഞങ്ങള് അവിടെ കയറി. അവിടെ മുറ്റത്ത് ഒരു ഷെഡ് ഇട്ടിരുന്നു. ഷെഡിന്റെ കീഴില് ഒരു കട്ടിലുണ്ടായിരുന്നു. അതേ ഞങ്ങൾ ഇരുന്നു. അവര് പെട്ടെന്ന് ആ വയലിൽ നിന്ന് വന്നതാണെങ്കിൽ പെട്ടെന്ന് ചോറുണ്ടാക്കി ഒരു കോഴിയെ ഇത്രയും പെട്ടെന്ന് അവരടിച്ചു കൊന്ന് കറിയാക്കി കൊണ്ട് തന്നു. ഞങ്ങളത് കഴിച്ചു വെച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. അപ്പൊ ഹേമന്ത് വന്ന് പറഞ്ഞു, രാത്രിയിൽ ഇതുവഴി പന്നി ചീറ്റിക്കൊണ്ട് ഓടുന്ന കേൾക്കാം, പേടിക്കുകയൊന്നും ചെയ്യല്ലേ,
പേടിയാണ് വന്ന അകത്ത ആ കിച്ചണിൽ വന്ന് കിടന്നോളാൻ. ഞങ്ങൾ വിചാരിച്ച് കിച്ചണിൽ പോയി എങ്ങനെ ഈ കിടക്കുന്നത്, കിടക്കാനും ഒന്നുമില്ല. ഇതിലാണെങ്കിലും ഒരു കട്ടിൽ കൊണ്ട് അവർ രണ്ട് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ കിടന്നു. കുഞ്ഞിനെ നടുക്ക് കിടത്തി, കർത്താവെ ഞങ്ങളെ സൂക്ഷിച്ചോണ്ട് ഞങ്ങളുടെ കുഞ്ഞിന് കുഴപ്പമൊന്നും വരരുത്. അങ്ങനെ ഇരുന്നപ്പോ വെളുപ്പാങ്കാലത്ത് ഇതോ ഞങ്ങൾ കിടക്കുന്നതിന്റെ അതുവഴി കിടന്ന് 3 റൗണ്ട് പന്നിയായിരിക്കും ചീറ്റി ഓട്ടം തുടങ്ങി, ഭയങ്കര ഓട്ടം. സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒന്നും പറ്റിയില്ല. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റു. അവന്റെ പേരൻസ് രാവിലെ എഴുന്നേറ്റ് കുറച്ച് 2-3 കലമൊക്കെ എടുത്ത് പതിവ് പോലെ ആടിനെയും പശുവിനെയും ഒക്കെ എടുത്തോണ്ട് അവരങ്ങ് പോയി. ഒരു വാക്ക് പോലും മിണ്ടാതെ അങ്ങ് കളഞ്ഞു. ഞങ്ങൾക്ക് ചായയുമില്ല, കാപ്പിയുമില്ല, വെള്ളവുമില്ല, ചോറുമില്ല. അവിടെ തന്നെ ഇരുന്ന് അങ്ങേയറ്റം അങ്ങ് ക്ഷീണിച്ചു. കുഞ്ഞു കരയാൻ തുടങ്ങി. കുഞ്ഞു കൂടെ വന്ന് എന്നോട് പാല് ചോദിക്കും, പാല് കൊടുക്കും. എനിക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, അങ്ങ് ക്ഷീണം കൊണ്ട്. അങ്ങനെ ആയപ്പോ ഹേമന്ത് 4 മണി ആയപ്പോ എവിടെയോ പോയിട്ട് ഓടി വന്ന് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളെ ഞാൻ കൊണ്ടുപോയി വേറെ ഒരു അങ്കിളുണ്ട്, അങ്കിളിന്റെ അടുത്ത് കൊണ്ട് വിടാം. അവർ ഇന്ത്യയിൽ താമസിച്ചവരാണ്, ആർമിയിൽ നിന്ന് റിട്ടയർഡായ അങ്കിളാണ്, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, അവിടെ കൊണ്ട് വിടാം. ഞങ്ങൾ അവിടുന്ന് അദ്ദേഹത്തിന്റെ കൂടെ പോയി നടന്ന് 1 മണിക്കൂറോളം എടുത്തു കാണും. ഞങ്ങൾ നടന്ന് അവിടെ ചെന്നെത്തി. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ കാണാന് 8-10 പേര് വന്നു. അച്ചായൻ അവിടെ ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചു, പ്രസംഗിക്കാൻ തുടങ്ങി. എനിക്ക് പാടാനും വയ്യ, ഇരിക്കാനും വയ്യ, അങ്ങ് ക്ഷീണം കൊണ്ട് പറ്റുന്നില്ല. അച്ചായൻ എന്റെ ക്ഷീണം കണ്ടുകൊണ്ട് പറഞ്ഞു, നീ എങ്ങനെയും അകത്ത് ചെന്ന് അവിടെ കാണും വല്ലതും കിടക്കാൻ വല്ലോണ്ട് അവിടെ കാണാൻ കിടക്ക, നിനക്ക് വയ്യാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി അവിടെ പോയി കിടന്നു. അതിനോടിടയില് ആ പ്രായം ചെന്ന അമ്മ ചോറും പരിപ്പ് കറിയും കൂടെ പെട്ടെന്ന് ഉണ്ടാക്കി, ഇന്നാ വന്ന് കഴിക്കേ, ഇത് പെട്ടെന്ന് കഴിക്കെന്നും വേണ്ടേ, എനിക്കും കുഞ്ഞിനും കൂടെ തന്നു. അത് കഴിച്ചു. എന്റെ ജീവനും ശക്തിയും ഒക്കെ അങ്ങ് വർദ്ധിച്ചു. വളരെ സന്തോഷം. രാവിലെ എഴുന്നേറ്റപ്പം ഇതുപോലെ തന്നെ അവര് പറഞ്ഞു, ഇതാണ്ട് ഇവിടെ അരി ഇരിക്കുന്നു, വെള്ളം ഇരിക്കുന്നു, മസാല ഇരിക്കുന്നു, കുറെ ഇറച്ചിയും കൊണ്ട് തന്നു. ഇതുണ്ടാക്കി നിങ്ങൾ ആവശ്യത്തിന് കഴിച്ചോണം, ഞങ്ങൾക്കുള്ളത് അവിടെ വെച്ചേരെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് കഴിച്ചോളാം. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ 1 മണി ആയപ്പോൾ സഹോദരി വന്നു, അവരും കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ വേറെ ഒരു ഭവനത്തിലോട്ടാണ് പോയത്. ഈ ഹേമന്ത് തന്നെ വന്ന് ഞങ്ങളെ ആ വീട്ടിൽ കൊണ്ടുപോയി. അവര് വലിയ പണക്കാരായ ഒരു ഭവനം, പക്ഷെങ്കില് മന്ത്രവാദിയായിരുന്നു. മന്ത്രവാദിയുടെ മകനും മരുമോളും ക്രിസ്ത്യാനി. അവരെ ഒരു എരുമക്കൂടിന്റെ മണ്ടയില് ഒരു മുറി ഉണ്ടാക്കി കൊടുത്ത് അവരവിടെ താമസിക്കുകയാണ്. അവര് വിശ്വാസത്തിൽ വന്നവരാണ്. അവര് ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾ ചെന്നുകൊണ്ട് പെട്ടെന്ന് ഒരു ചായ ഇട്ട് തന്നു, എന്തൊക്കെയോ റിഫ്രഷ്മെന്റ് ഒക്കെ തന്നു. അതെല്ലാം കഴിഞ്ഞ് അവരുടെ വരാന്തയിൽ അവര് കുന്നുപോലെ മക്ക കൂട്ടിയിട്ടിരുന്നു. അവിടെ പോയിരുന്ന ആ മോനും മരുമോളും അതിങ്ങനെ ഇളക്കിയിട്ടോണ്ടിരുന്നു. ഞങ്ങളും പോയി കുറച്ച് ഇളക്കിയൊക്കെ ഇട്ടിങ്ങനെ കൊടുത്തോണ്ടിരുന്നു. അവിടുത്തെ അമ്മ അങ്ങോട്ട് ഇത് കണ്ടിട്ട് അവർക്ക് അങ്ങ് ദേഷ്യവും, അവരങ്ങ് പലിയടിക്കുക. ഈ മദേശി എന്നാ വിളിക്കുന്നത് നമ്മളെ ഇന്ത്യക്കാര്. ഈ വന്നത് എന്തിനാ ഇവിടെ വന്നത്, എന്നെടുക്കാനാ വന്നെന്ന്. അവരങ്ങോട്ട് വന്ന് ചാണകം കലക്കി ആ തറയിലെല്ലാം മെഴുകുന്നത് പോലെ ഇങ്ങനെ വെച്ച് മുഴുവൻ അച്ചായൻ്റെതേ പുറത്തെത്താൻ തച്ചു കൊടുത്തേച്ച് അവര് പോയി. അത് ഞാൻ ദൂരെ ഇരുന്ന് ഇത് കണ്ടോണ്ടിരിക്കുക. മനസ്സിൽ ചിരിക്കുന്നുണ്ട്, നീ കളിച്ചേച്ച് പൊക്കോ, ഒന്നും നമ്മളെ ഇതൊന്നും ഏക്കത്തില്ല, ഞങ്ങൾ ദൈവമക്കളാണ് എന്ന് ഞാനിങ്ങനെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവരെ അനുഗ്രഹിക്കണേ, അവരുടെ തെറ്റിനെ അവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവരുടെ മകൻ അച്ചായനോട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അതെങ്ങനെ സ്നാനപ്പെടുത്താൻ പറ്റുന്നത്? സ്നാനപ്പെടാനിരിക്കുക. അങ്ങനെ ഇപ്പോ അടുത്ത ദിവസം പെട്ടെന്നൊരു വലിയ മഴ വന്നു. മഴ പെയ്ത് കഴിഞ്ഞപ്പോ അവന് ഉപായം ഉണ്ടായി. അവൻ പറഞ്ഞു, ഞാനും പാസ്റ്ററും കൂടെ സൈക്കിളേല് മാർക്കറ്റിൽ പോകുന്ന പോലെ ഞങ്ങൾ പോകാം, അങ്ങനെ റോഡിൽ കൂടെ. നിങ്ങൾ 2 സ്ത്രീകളും കൂടെ തലയിലൊരു തുണിയൊക്കെ ഇട്ട് കുറെ തുണിയും ചുരുട്ടി പിടിച്ച് തുണി കഴുകാൻ പോകുന്ന പോലെ ഈ വയലിൽ കൂടെ കയറി പോണം. ഞാൻ കുഞ്ഞിന്റെ തലയിലൊരു ടൗലും ഒക്കെ ഇട്ട് വയലിൽ കൂടെ പോയി. ഒരു വനമുണ്ട്, ആ വനത്തിന്റെ അകത്ത് മഴവെള്ളം വന്ന് കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്.
അവരവിടെ വന്നെത്തും, ഞങ്ങളും അവിടെ ചെന്നെത്തും. ആ കലക്ക് വെള്ളത്തിൽ ആ പിള്ളേരെ രണ്ടുപേരെയും സ്നാനപ്പെടുത്തി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് എനിക്ക് പേടിയുണ്ട്. ഈ മഴ ചാറിക്കൊണ്ടിരിക്കും, വല്ല ആനയോ വല്ല കാട്ട് മൃഗമോ വന്ന് ദൈവമേ ഞങ്ങളെല്ലാം വലിച്ചു കീറിക്കൊണ്ട് പോകും, എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോകും, ഇങ്ങനെ മനസ്സിൽ പേടിയുണ്ട്. കർത്താവേ, ഞങ്ങളെ നിന്റെ രക്തത്തിൽ ഞങ്ങൾ കവർ ചെയ്യുന്നു, ഞങ്ങളെ സൂക്ഷിക്കണേ. പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് കാലും കൈയൊക്കെ എന്നെ വിറയ്ക്കുന്നു, നെഞ്ചൊക്കെ ഇടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സ്നാനപ്പെടുത്തിയേച്ച് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. പോയതുപോലെ രണ്ടു വഴിക്ക് പോയി. അങ്ങനെ സ്നാനം നടന്നു. അവിടെ ആ മുറി ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഉടമസ്ഥന് പെട്ടെന്ന് അയാളുടെ വീട്ടിൽ നിന്നോണ്ട് വിളിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അച്ചായന് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അതിന്റെ പുറകെ ഞാനും കുഞ്ഞിനെയും കൊണ്ട് ഞാനും പുറകെ പോയി. അയാളുടെ മുറിയുടെ ഭാഗത്തിലോട്ട് വിളിച്ചു. അവിടെ ചെന്നാണ് പറഞ്ഞു, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? ഈ വെച്ചിരിക്കുന്നതൊക്കെ എന്താണെന്നറിയാമോ? ഈ മന്ത്രം അറിയാം, മന്ത്രം അറിയാം, ഇങ്ങനെ ചാടാൻ അറിയാം, ഇങ്ങനെ അത് കാണിക്കും, ഇങ്ങനെയൊക്കെ ഒത്തിരിയും പറഞ്ഞ് പേടിപ്പിച്ചു. ഞാൻ ഉള്ളിലെ അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സാത്താനെ റിബ്യൂക്ക് ചെയ്തുകൊണ്ടിരുന്നു. അന്നേരം ഒരു നെഞ്ചിരിപ്പ് ഒക്കെ ഉണ്ട്, അച്ചായനെ വല്ലതും ചെയ്താൽ കർത്താവേ എനിക്കത് സഹിക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ട് വരുന്നു. എൻ്റെ മനസ്സിലെ വിഷമം അയാളുടെ ഭാര്യ മുറ്റത്തിരുന്നോണ്ട് അവരും കുറച്ച് ഗോതമ്പെല്ലാം ഇങ്ങനെ വെച്ച് പാറ്റിക്കൊണ്ടിരിക്കുക. അവരവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, വിട അവരെ വിടേ, ആ സ്ത്രീയുടെ മുഖം കണ്ടില്ലയോ എന്നിങ്ങനെയൊക്കെ ചോദിച്ചു. അയാൾ പെട്ടെന്ന് ശാന്തമായി ഞങ്ങളെ വിട്ടു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോയിട്ട് ഇന്ത്യയിലോട്ട് പോരാമെന്ന് ഓർത്ത് കാട്ടിൽ കൂടെ പോവാം. അപ്പൊ ഹേമന്ത് വന്നു. ഹേമന്ത് ഞങ്ങളുടെ സാധനമൊക്കെ അവന്റെ പുറത്തെടുത്ത് വെച്ചു. കാട്ടിൽ കൂടെ പോകുമ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ അധികം സംസാരിക്കുകയൊന്നും ചെയ്യരുതേ, പെതുക്കെ വേണം പോകാന്. ഇവിടെ കാട്ടിൻ്റെ അകത്തൊക്കെ മനുഷ്യരുണ്ട്, പിടിച്ചോണ്ട് പോകും, പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അങ്ങ് പിടിച്ചോണ്ട് പോകും, അതുകൊണ്ട് ഒന്നും മിണ്ടിയേക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ മിണ്ടാതെ പൂച്ച പോലെ നടക്കുക ഞങ്ങള്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ കാട്ടിൽ തന്നെയുണ്ട് പോലീസ് സ്റ്റേഷനും ഒക്കെ. പോലീസുകാരൻ വിളിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഹേമന്തും അച്ചായനും കൂടെ പോലീസ് സ്റ്റേഷനോട്ട് കയറിപ്പോയി. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ആ വഴിയില് ഒരു ബാഗും പിടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇവരങ്ങ് പോവുകയും ചെയ്തു. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഓർത്തു, ഞാനിങ്ങനെ നിൽക്കുന്നത് ശരിയല്ലല്ലോ, ഇതെനിക്ക് അപകടമാണ്. ഞാനും പോലീസ് സ്റ്റേഷനോട്ട് തന്നെ അങ്ങ് പോവാം. കുഞ്ഞിനെയും എടുത്തു ബാഗ് എടുത്ത് പൊക്കാനുമായി ബാഗ് ഒരുമാതിരി പൊക്കുകയും വലിക്കുകയും ചെയ്തുകൊണ്ട് പോയി. പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തോട്ട് ചെന്നപ്പം പോലീസ് വിൻഡോയിൽ കൂടെ കണ്ടു കുഞ്ഞിനെ. അച്ചായനോട് പറഞ്ഞു, ഈ കുഞ്ഞ് നിന്നെ കൂട്ട് തന്നെ ഇരിക്കുന്നു, അന്നീ പൊക്കും എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായിരുന്ന സംശയം എന്തുവാ, നേപ്പാളി സ്ത്രീയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാണെന്നോ എന്തോ വിചാരിച്ച് കുഞ്ഞിനെ കണ്ടപ്പം പാസ്റ്ററെ കൂട്ട് തന്നെ ഇരിക്കുന്നു, അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടു. കുഞ്ഞുണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ അവിടുന്ന് പിന്നെ പെട്ടെന്ന് നടന്ന് ഇന്ത്യയിൽ ബോർഡറിൽ കയറി ഒരു ട്രെയിൻ വന്നു. അതെ കയറി ഞങ്ങളെ കാഠ്മണ്ഡുവിനുള്ള ബസ്സിൽ കയറി ഞങ്ങൾ വീട്ടിൽ വന്നെത്തി. ആ ബസ്സിൽ ഇരിക്കുമ്പോൾ കുഞ്ഞി പറഞ്ഞിട്ട് വിശന്നിട്ട് എൻ്റെ ബിസ്ക്കറ്റുകളില്ല, ഒരു സാധനങ്ങളില്ല. കുഞ്ഞ് കരഞ്ഞ് അവളെ ശാന്തപ്പെടുത്തി വീട്ടിൽ വന്നെത്തി. അല്പം ചോറൊക്കെ ഉണ്ടാക്കി കുഞ്ഞിനും കൊടുത്ത് ഞങ്ങൾ കിടന്നുറങ്ങി. ദൈവം ചെയ്ത മഹാകരുണയ്ക്കായ കർത്താവിനെ 1000 സ്തുതിച്ചു. ഇന്ന് ആ സ്ഥലത്ത് പല ചർച്ചുകളുണ്ട്. ഹേമന്തിന് ചർച്ചുണ്ട്, അവൻ പാസ്റ്റർ, അവന്റെ മകൻ പാസ്റ്റർ. ആ വില്ലേജിൽ ധാരാളം ചർച്ചുകളുണ്ടെന്ന് കേൾക്കാനിടയായി. അവൻ ഞങ്ങളെ തേടി വീട്ടിൽ വന്നു, ഞങ്ങൾ കണ്ടു. അതെല്ലാം കാണുമ്പോൾ കർത്താവ് ചെയ്ത ഉപകാരം എത്ര അല്പവിശ്വാസിയെ നിങ്ങളെ എത്രയധികം, അതൊക്കെ എൻ്റെ മനസ്സിന് അങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഭവനത്തിൽ വന്നു കഴിഞ്ഞു. എൻ്റെ 2ാമത്തെ മകൻ ജനിക്കുന്നതിന് മുൻപായിട്ട് അച്ചായൻ ജയിലിൽ പോയി. 6 മാസം പ്രായമേ ഉള്ളൂ. ഇതുപോലെ 1 മാസത്തെ ട്രെയിനിങ്ങിന് വന്ന ഒരു ബുദ്ധിസ്റ്റ് റേഷിംഗ് ലാമ ഡാമൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്നതാണ്. അദ്ദേഹം തിരിച്ചു പോകുന്ന വഴിയിൽ ഡാമനിൽ വെച്ച് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ജയിലിലിട്ടു. ആരോ വന്ന് നമ്മളെ അറിയിച്ചു, അയാളെ അങ്ങനെ ജയിലിലിട്ടു, ധാരാളം അടിച്ചു എന്നൊക്കെ. ഏത് കേട്ടിട്ടുണ്ടേ അച്ചായനും അദ്ദേഹത്തെ പോയി കാണണം. എന്നാൽ ഞങ്ങൾ ഉപജീവനത്തിന് വേണ്ടി അച്ചായൻ ഒരു കമ്പനി ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി ആ കമ്പനിയിൽ നിന്ന് അവധിയെടുത്ത് പെട്ടെന്ന് ഓടി വീട്ടിൽ വന്നു എന്നോട് പറഞ്ഞു,
ആലീസ തുണിയൊക്കെ എൻ്റെത് രണ്ടുമൂന്നെണ്ണം പാക്ക് ചെയ്യണം. എൻ്റെ മലയാളം പാട്ട് പുസ്തകം ബൈബിളും എല്ലാം എൻ്റെ അകത്ത് വെച്ചേക്കണം. ഇങ്ങനെ റേഷൻ ലാമായ ഞാൻ ജയിലിൽ പോയി കാണാൻ പോവാം. ഞാൻ പ്ലീഡ് ചെയ്തു, അയ്യോ എന്നെ ഇട്ടിട്ട് പോകല്ലേ, അച്ഛനെ കൂടെ പിടിച്ചിട്ടെങ്കിൽ എന്തോ ചെയ്യും, എൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാ, എനിക്ക് ആരുമില്ല ഇവിടെ, എനിക്ക് പേടി അച്ഛനെയും പിടിച്ചിരുന്നു. ഇല്ല അങ്ങനെയല്ല, ഞാൻ പോയി അവൻ ആരുമില്ല, അവനെ ഒത്തിരി അടിച്ചു, അവൻ ദേഹം എല്ലാം ഉപദ്രവിച്ചിട്ടേക്കുക, അവന് തണുപ്പിനുള്ള വസ്ത്രമൊന്നും ഇല്ല, ഞാൻ നോക്കട്ടെ ഇച്ചിരി പൈസയും കൊടുത്ത് വസ്ത്രങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുമോ. അങ്ങനെ അച്ചായനെയും കൊണ്ട് യുണൈറ്റഡ് മിഷന്റെ ഒരു ദന്തിസ്റ്റ് ഡോക്ടറും OME പ്രവർത്തിക്കുന്ന ഒരു ബ്രിട്ടീഷുകാരനും ഒരു നേപ്പാളി, ഞങ്ങൾ ഭാഷണം ആദ്യം കിട്ടിയ ഒരു കൺവേർട്ട് പോലീസുകാരനാണ്. അവർ 3 പേരും കൂടെ ആ ഡോക്ടറിന്റെ വണ്ടിയിൽ ഇരുന്ന് അവർ എത്രയോ മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഡാമിന് ചെന്നെത്തി. അവിടെ ചെന്നെത്തി അവർ കുറച്ച് ദൂരെ നിന്നു. അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിൽ ചെന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ ചോദിച്ചു, നിന്റെ പേരെന്തവാ? എസിക്കേൽ ജോഷുവ. അവര് നേരെ പിടിച്ച് അകത്ത് കയറ്റിയിട്ടു. നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. അദ്ദേഹത്തെ കൂടെ അടിച്ചപ്പം ചോദിച്ചു, നിന്റെ ലീഡറിന്റെ പേര് എന്താന്ന് ചോദിച്ചപ്പം ആദ്യം പറഞ്ഞു കൊടുത്ത പേര് എസിക്കേൽ ജോഷുവയാണ്. മദ്രാസി. പിടിച്ചകത്ത് കയറ്റി ഇട്ടു. 22 ദിവസം പുള്ളി അവിടെയായിരുന്നു. ഞാനും എൻ്റെ മകളും കൂടെ ആ വാടക വീട്ടിൽ കിടന്നു. ഞാൻ പകൽ കരച്ചില്, രാത്രിയിലാണ് എൻ്റെ കരച്ചിൽ വരുന്നത്. പകൽ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യും. എൻ്റെ ഈ പൈസയിൽ 40 രൂപയുണ്ട്, 1 കിലോ അരിയുമുണ്ട്. എനിക്ക് പോയി ഒന്നും മേടിക്കാനും ഇഷ്ടമല്ല. എങ്ങനെയാ 40 രൂപ എവിടുന്ന് വേറെ രൂപ കിട്ടുന്നൊന്നും അറിയത്തില്ല, ഒന്നുമില്ല. അച്ചായൻ പറഞ്ഞിരുന്നു പോകുമ്പോളെ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാലറി നിനക്ക് തരണമെന്ന്. അതെന്ന് ചോദിച്ചിട്ട് അവർ തന്നുമില്ല. ആരും എന്നെ വിസിറ്റ് ചെയ്യാൻ പോലും വന്നിട്ടില്ല. എനിക്ക് 2 ബ്രദേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ആ 2 ബ്രദേഴ്സ് എന്നെ കാണാൻ വന്നിട്ടില്ല. എല്ലാവർക്കും പേടി. കൂടെ വീട്ടിൽ വരുന്നവരെ ഒരു മനുഷ്യരും വരുന്നില്ല. എല്ലാവർക്കും പേടിയാ. ഞാനത് ഇത്രേ ഉള്ളോ ദൈവസ്നേഹം എല്ലാവരുടെയും മനസ്സിൽ തന്നെത്താനെ ഞാനിങ്ങനെ ഓർത്തു. ദൈവസ്നേഹം ഇത്രേ ഉള്ളൂ. അവരെ പിടിച്ചു എന്നുള്ള പേടി കൊണ്ട് എന്നെ ഒന്നും വന്ന് വിസിറ്റ് ചെയ്യുന്നില്ലല്ലോ എന്നെന്റെ മനസ്സിൽ പലവട്ടവും ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 1 ആഴ്ച കാലോളം ഞാൻ അങ്ങനെ ആ മുറിയിൽ കിടന്നു. അവിടുന്ന് രാത്രിയിലും കിടന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം, കർത്താവേ, നിന്റെ ദാസന്റെ അസ്ഥി പോലും എനിക്ക് കാണാൻ കിട്ടുമോ? എവിടാണെന്ന് ഒരു വിവരവും ഇല്ലല്ലോ. അവരെന്തോ ചെയ്തു, എന്തോ ആയെന്ന് ഒരു വിവരം കിട്ടുന്നില്ലല്ലോ. കർത്താവേ, നീ എന്നെ സഹായിക്കണമേ. അന്നേരം ഓരോ വാക്യങ്ങൾ അവര് കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഇരുന്നു കൊള്ളാമെന്ന്. ആ വാക്യം വരാൻ തുടങ്ങി. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതായി അവരുടെ മുഖം ഒരു നാൾ ലജ്ജിച്ചു പോയതില്ല. ഇങ്ങനെ വചനങ്ങൾ മനസ്സിൽ വരാൻ തുടങ്ങി. ആ ഉറപ്പിൽ ഞാൻ കിടന്ന് ഉറങ്ങും. പിന്നെയും ഉണരുമ്പം പിന്നെയും, കർത്താവേ, നിന്റെ ദാസനെ നിന്റെ കയ്യിൽ തരുന്ന എന്തോ പറ്റി, അവരടിച്ചോ ഉപദ്രവിച്ചോ, അദ്ദേഹത്തിന് എന്തോ കഷ്ടമാണെന്നൊന്നും അറിയുന്നില്ല കർത്താവേ, ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കവേ യുണൈറ്റഡ് മിഷന്റെ ഡോക്ടർ എന്ന് പറഞ്ഞ ദന്തിസ്റ്റ് ഡോക്ടറും ഭാര്യയും കൂടെ ഒരു 9 മണി ആയപ്പം എൻ്റെ വീടിന്റെ വാതിൽക്ക വന്നു കൊതകെ കൂട്ടി. ഞാൻ തുറന്നു കണ്ടു. ഞാൻ ഒറ്റ കരച്ചിലങ്ങ് കരഞ്ഞു പോയി. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പൊട്ടിക്കരഞ്ഞു ഞാൻ. അവർക്കും അങ്ങ് സങ്കടമായിപ്പോയി. അവര് പറഞ്ഞു, നീ വാ, നിന്നെ കൊണ്ടുപോയി നിന്റെ ബ്രദറിന്റെ വീട്ടിൽ കൊണ്ടുവിടാം, നീ തന്നെ ഇവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബ്രദറിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. ആ ഡോക്ടറും പിന്നെ മറ്റാരൊക്കെ ഉള്ളു ഇവിടെ ചേർന്ന് ബെയിലില് ഇവരെ 2 പേരെ ഇറക്കി. 22 ദിവസം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് വീട്ടിൽ വന്നു. പിന്നെ മാസം തോറും പോയി റിപ്പോർട്ട് ചെയ്യണം പുള്ളിക്ക്. അത് ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മിഷണറി ആയ ഡോക്ടർ ഗ്രീനവേ അവിടെ നേപ്പാളിൽ വിസിറ്റ് ചെയ്തു. അച്ചായനെ കണ്ടിട്ട് പറഞ്ഞു, എസിക്കേലെ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇപ്പൊ ഇവിടെ ഒന്ന് പൊക്കളേനെ പോകുമായിരുന്നു, നീ അങ്ങ് പൊക്കോ ഇവിടുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും കൂടെ സമ്മതിച്ചു, നിങ്ങൾ ഇവിടുന്ന് അങ്ങ് കേരളത്തിൽ പോകണം. എന്നാൽ ഞങ്ങൾ ഓൾറെഡി കേരളത്തിൽ പോകാൻ പ്ലാൻ ഇട്ടിരുന്നു. കാരണം അഫ്ഗാനിസ്ഥാനിൽ പോകുന്നതിനുള്ള വിളി കർത്താവിന്റെ ദാസന് കിട്ടി. അപ്പൊ എന്നോട് ഒരു ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് പറഞ്ഞു, ആലീസെ, അഫ്ഗാനിസ്ഥാനിൽ പോകണമെന്ന് എന്നോട് ദൈവം സംസാരിക്കുന്നു. നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ പോകണം, നീയും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വലിയ വിഷമമുണ്ടായി.
നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ച് 13 സ്ഥലത്ത് ചെറിയ ചെറിയ കൂട്ടായ്മകള്, ഒരു ചെറിയ ബൈബിൾ സ്കൂള്, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് ഇങ്ങനെ ഒന്നും ഇല്ലാതിട്ടിട്ട് പാൻ അങ്ങനെയല്ല. ഇത് ദൈവത്തിന്റെ വേല, ദൈവം നോക്കിക്കോളും. നമ്മുടെ വേലയല്ല ഇത്, ദൈവത്തിന്റെ വേല. അതിനോടിടയില് 4-5 പേരെ SIBC-യിലൊക്കെ വിട്ട് പഠിപ്പിച്ചു. 2-3 പേരൊക്കെ തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അങ്ങ് കേരളത്തിലേക്ക് പോയി. അന്നേരം എൻ്റെ മോൻ ഡേവിഡ് ജനിച്ചിട്ട് 40 ദിവസം പ്രായമുള്ളൂ. അവനെയും ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. 15 മാസം അവിടെ താമസിച്ചു. പാസ്പോർട്ടൊക്കെ റെഡിയായി. അഫ്ഗാനിസ്ഥാനിൽ പോകുന്നതിന് വേണ്ടി ഞങ്ങൾ ഡൽഹിയിലോട്ട് യാത്ര പുറപ്പെട്ടു. മൂത്ത ബ്രദറിനോട് അച്ചായനെ 5000 രൂപ കടം ചോദിച്ചു. അണ്ണാ 5000 രൂപ തരാമോ ഞങ്ങളുടെ യാത്രയ്ക്ക്, പ്ലെയിൻ ഫെയറിന് തരാമെന്ന് പറഞ്ഞു. ആ 5000 രൂപയും കൊണ്ടാണ് ഞങ്ങൾ ഡൽഹിക്ക് വന്നത്. ഡോക്ടർ PN കുര്യന്റെ വീട്ടിൽ, അവിടെ ഡൽഹിയിലെ ഗ്രീൻ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പുള്ളിയുടെ ബൈബിൾ സ്കൂളിന്റെ ബാക്കില് 2-3 മുറിയുണ്ട്. അവിടെ ഞങ്ങള് താമസിച്ചു. അവരോട് അവിടെ താമസിക്കുമ്പോൾ അവിടത്തെ അഡ്രസ്സിൽ ഇതാ ഒരു ലെറ്റർ വന്നു. അനിയന്റെ ലെറ്ററാ വന്നേക്കുന്നത്. അണ്ണാ വെറുതെ പൈസ കളയാതെ തിരിച്ചിങ്ങി പോരെ, എന്തിനാ അഫ്ഗാനിസ്ഥാനിലൊക്കെ പോന്നെ? അത് വായിച്ച ആ ലെറ്റർ ഞാൻ പോലും കണ്ടില്ല. പാസ്റ്റർ വലിച്ച് ദൂരെ കളഞ്ഞു. അത് ഞങ്ങൾ 2 പേരും കൂടെ അഫ്ഗാനിസ്ഥാനിൽ പോയി. അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് ലാൻഡ് ചെയ്തപ്പം ഞങ്ങളെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ അസിസ്റ്റന്റ് മിഷൻ എന്ന് പറയുന്ന ഒരു മിഷന്റെ ഡയറക്ടർ, മദ്രാസിൽ നിന്നുള്ള അഫ്ഗാൻ മിഷൻ, മദ്രാസിൽ നിന്നുള്ള ഒരു ഡോക്ടർ വില്യം, അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ഹന്ന, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മിഷണറിയായ ഡേവിഡ് ലെതർബറി ആൻഡ് ജൂലി, ഇത്രയും പേര് ഞങ്ങളെ സ്വീകരിക്കാൻ വന്നു. എനിക്കങ്ങ് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഇതൊന്നും ഓർത്തില്ല. കർത്താവിനോട് ഇതിനു മുമ്പേ പ്രാർത്ഥിച്ചായിരുന്നു, കർത്താവെ അഫ്ഗാനിസ്ഥാനിൽ പോകേണ്ടത് നിന്റെ ഹിതമെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്. ഞങ്ങൾക്കൊരു വീട് കിട്ടുമോ? മുസ്ലിംസ് ഞങ്ങൾക്ക് വീട് തരുമോ? അവരോട് എങ്ങനെ ജീവിക്കും? എന്നാലും ഞാൻ അല്ലാസ്റ്റി പറഞ്ഞു, കർത്താവെ ഒരു കന്നുകാലിയുടെ കൂടെ എനിക്ക് കിട്ടുന്നെങ്കിലും നീ എന്നെ ഞങ്ങളെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്. അവിടെ പോയി മരിക്കാനാണ് നീ ഞങ്ങളെ വിടുന്നെങ്കിലും അതിനും ഞാൻ തയ്യാറാണ്. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് മനസ്സിന് ആശ്വാസവും ബലവും കിട്ടിയത്, അവിടെ പോകാൻ ധൈര്യം കിട്ടിയത്. പക്ഷേ ഈ അമേരിക്കൻ മിഷണറി ഞങ്ങളെ അവരുടെ വീട്ടിലോട്ടാണ് സ്വീകരിച്ചുകൊണ്ട് പോയി. അവരുടെ ഒരു മുറി തന്നു. അപ്പൊ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ വീടുകളെ പോലെ തന്നെ ഉള്ള വീടായിരുന്നു. എൻ്റെ കൊച്ചിന് മോക്ക് കണ്ടിട്ട് വലിയ സന്തോഷമായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ അല്ലേ? അങ്ങനെ വളരെ സന്തോഷമായിരുന്നു നമുക്ക്. ഞങ്ങൾ അങ്ങനെ അവിടെ താമസിച്ചു. അവര് ഞങ്ങളോട് ഭക്ഷണം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. ഞങ്ങളോട് ഭക്ഷണത്തിന് ചാർജ് ചെയ്തിട്ടില്ല. 3 മാസക്കാലം ഞങ്ങൾ പേർഷ്യൻ ഭാഷ പഠിച്ചുകൊണ്ടിരുന്നു. മറ്റു പലരും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബേബി സിറ്റർ ആയിട്ടിരുന്നു. അങ്ങനെ അച്ചായന് 3 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ഐ ഹോസ്പിറ്റലിലെ സ്റ്റോർ മാനേജറായിട്ട്, മെഡിസിന്റെ ഒക്കെ കീപ്പ് ചെയ്യുന്ന സ്റ്റോർ മാനേജറായിട്ടൊരു ജോലി കൊടുത്തു. പക്ഷെ സാലറി ഒന്നുമില്ല. നമ്മൾ തന്നെ എങ്ങനെയും സാലറി ഉണ്ടാക്കിക്കോണം, അങ്ങനെയാണ് സിസ്റ്റം. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ആ മിഷണറി അദ്ദേഹത്തിന്റെ ദശാംശം ഞങ്ങൾക്ക് വേണ്ടി തന്നു. അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ വരുമാനം. അങ്ങനെ ഏതാണ്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ ഭാര്യയും ഭർത്താവും ആ വീട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് വെച്ച് അവർ പാകിസ്ഥാനിൽ പോയി. ഞങ്ങൾ 3 വർഷം അവിടെ താമസിച്ചു. വളരെ ടഫായിട്ടുള്ള ഒരു സമയമായിരുന്നു. ഭയങ്കര യുദ്ധം. ബാർബറ കർമേലിന്റെ സമയം. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ഭയങ്കര യുദ്ധം. രാവും പകലും വെടിവയ്പ്, റോക്കറ്റ് രാത്രി വന്ന് വീഴുന്ന അത് കാഴ്ച, ഇതൊക്കെ കണ്ട് പേടിച്ച് വിൻഡോയ്ക്കൊക്കെ 2-3 കർട്ടൻസ് ആണ് ഇട്ടിരുന്നത്. അതെല്ലാം നല്ലപോലെ കൂടി കെട്ടി ആണ് ഞങ്ങൾ കിടക്കാൻ പോകുന്നത്. കിടക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കാണുമോ, കുഞ്ഞുങ്ങൾ ഞങ്ങളെ കാണുമോ, ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ എന്തായിരിക്കും? ഓരോ വാർത്തകൾ അങ്ങനെയാണ് കേൾക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട്. അതിനോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, കർത്താവേ ഇങ്ങനെ വന്ന് ഇവിടെ താമസിക്കാനാണോ ഞങ്ങളെ വിളിച്ചത്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാതിരിക്കും നല്ലതെന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങള് ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോകുന്ന സമയത്ത്
ഞങ്ങളുടെ പുറകെ സീക്രട്ട് പോലീസുകൾ വന്നിട്ടുണ്ട്. വന്ന് വഴി നിർത്തി ഇങ്ങനെ ഗണ്ണും ഇവിടെ വെച്ച് അച്ചായനെ ക്വസ്റ്റ്യൻ ചെയ്യും. സീക്രട്ട് പോലീസ് ധാരാളമുണ്ട്. വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നവരെ പിടിച്ചിട്ട് അടിച്ച് അവരുടെ കാലയിലെ നഖമൊക്കെ നുള്ളിപ്പറിച്ച് കളഞ്ഞിട്ടുണ്ട്. സത്യം പറ, എന്തിനാ അവിടെ പോയത്, എന്തോ ചെയ്യാനാ പോയതെന്ന് ചോദിച്ചേ. ആ വാർത്തയൊക്കെ ഞങ്ങൾ കേട്ട് ഒത്തിരിയും വിഷമിച്ചിട്ടുണ്ട്. അതുപോലെ അച്ചായനോട് ചേർന്ന് ജോലി ചെയ്ത ഒരു യുഎൻഎസ് എന്നും പറഞ്ഞ ഒരു സഹോദരനുണ്ട്. അവനെയാണേൽ അവരെ അടിച്ചു കൊന്നു. അങ്ങനെയൊക്കെ ഒത്തിരിയും ദുഃഖവും പ്രയാസവും ഉണ്ടായി അവിടുത്തെ മനുഷ്യരുടെ കഷ്ടപ്പാട് കണ്ട്. ഏതായാലും കൊള്ളാം, പെട്ടെന്ന് ഞങ്ങൾക്ക് ഗവൺമെന്റ് നോട്ടീസ് വന്നു, 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇവിടം വിട്ടു പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ അവിടം വിട്ട് ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ വന്ന് ഇപ്പൊ ഇതാ ധാരാളം അഫ്ഗാൻ റെഫ്യൂജികൾ 65,000 ഫാമിലീസിലും ഉണ്ടായിരുന്നിരിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവരോട് സുവിശേഷം പറയാം. ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അച്ചായൻ ഓരോരുത്തരെ കാണാൻ അവരെ വിളിക്കും, അവർ വീട്ടിൽ വരും. പിന്നെ നമ്മുടെ വീട്ടില് ദിവസവും അവരുടെ വരവായി. അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം, നമ്മൾ ഭയങ്കര ബിസിയായി. ചായ കൊടുക്കണം, ചോറ് കൊടുക്കണം, പിന്നെ അവർക്ക് ലെറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം, അവർക്ക് യുണൈറ്റഡ് നേഷനുമായിട്ടുള്ള എന്തെങ്കിലും ഇന്റർവ്യൂവിന് അതൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ബിസിയായി. അങ്ങനെയായി പലരും വിശ്വാസത്തിലുമായി. ചെറിയ തോതിൽ ചെറുതായിട്ട് ഒരു ചർച്ച് നമ്മൾ തുടങ്ങി. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ബിൽഡിങ്ങിന് നമുക്ക് ഞായറാഴ്ച കിട്ടാത്തതുകൊണ്ട് ശനിയാഴ്ച നമുക്ക് ആരാധിക്കാൻ ഒരു അവസരം തന്നു. വാടകയും കൊടുക്കണമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് വരെ അഫ്ഗാൻ ചർച്ച് ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് 300-നും 400-നും ഇടയ്ക്ക് ആൾക്കാര് സ്നാനപ്പെട്ടെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അവർ പോയി കഴിഞ്ഞു. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുന്നു, ചർച്ചിലെ പാസ്റ്ററാണ്, അത് അങ്ങനെ വിവരങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെയെല്ലാം കർത്താവ് വളരെ അത്ഭുതകരമായിട്ട് ഈ അഫ്ഗാനികളുടെ ഇടയിൽ വർക്ക് ചെയ്യുവാൻ സഹായിച്ചു. അതിനോടിടയിൽ ഞങ്ങൾക്ക് 2 പേർക്കും തോന്നി, എടാ നമ്മൾ അഫ്ഗാനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നു, നമ്മുടെ സ്വന്തം നാട്ടുകാരായ ഈ ഹിന്ദിക്കാർക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് ഹിന്ദിക്കാർക്ക് വേണ്ടിയും നമ്മൾ അതിനോട് പ്രവർത്തിക്കാൻ തുടങ്ങി. ചെറുപ്പക്കാരായ ആൾക്കാരെ ട്രെയിനിങ് കൊടുക്കുകയും അവര് ഫീൽഡുകളിൽ പോയി വർക്ക് ചെയ്ത് ചർച്ചുകൾ പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചർച്ച് നടക്കുന്നുണ്ട്. അവർക്ക് ചർച്ച് വെച്ചു കൊടുത്തു. പാസ്റ്ററായിട്ട് 6-7-8 പേര് ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അവരെ നമ്മൾ അവിടെ ആക്കിയിട്ടാണ് കാൺപൂരിലോട്ട് വന്നത്. അവരെല്ലാവരും അസംബ്ലീസ് ഓഫ് ഗോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. കാൺപൂരില് വരുമ്പം തന്നെ പല പ്രായമുള്ളവരും ചിലരൊക്കെ ചോദിക്കും, നിങ്ങൾ ഇനി എന്തിനാ ഇത്രയും പ്രായമായപ്പം വേറൊരു സ്റ്റേറ്റ് വിട്ടു വേറെ സ്റ്റേറ്റിലോട്ട് പോകുന്നത്? ഇനിയും കേരളത്തിൽ പോയി റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഇനി എന്തിനാ ഇങ്ങനെ പോകുന്നത്? അല്ല, ദൈവത്തിന്റെ വിളിയാ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ഭർത്താവിനെ ദൈവം വിളിച്ചു, അതുകൊണ്ട് ഞാനും കൂടെ പോകുന്നു, എനിക്കതിന് മടിയൊന്നുമില്ല എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ കാൺപൂർ വന്ന് നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്ത് 5 വർഷക്കാലം ആ വീട്ടിൽ താമസിച്ച് അവിടെ ഇവിടെയൊക്കെ പാസ്റ്റർ യാത്ര ചെയ്തു, കോണ്ടാക്ട് ചെയ്തു. വില്ലേജുകളിലൊക്കെ നമുക്ക് കോണ്ടാക്ട് കിട്ടി. മീറ്റിങ്ങുകളൊക്കെ അവർ അറേഞ്ച് ചെയ്തു. വളരെ ഇവിടെ ഞങ്ങൾ വന്ന അവസരത്തിൽ ഇവിടെ മിഷനറി പ്രവർത്തനത്തിന് യാതൊരു ബന്ധപ്പാടുമില്ലായിരുന്നു. വളരെ ഈസി ആയിരുന്നു. എത്ര ബുക്കുകൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, ആരോട് വേണമെങ്കിലും സുവിശേഷം പറയാമായിരുന്നു. ഞാനിപ്പം താമസിക്കുന്ന വീടിന്റെ മുന്നിലൊക്കെ നിന്ന് ഞാൻ ആളുകൾക്ക് ട്രാക്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഭയങ്കര അപകടമായി, ഭയങ്കര ബുദ്ധിമുട്ടായി. ഞങ്ങളുടെ സഹോദരന്മാരെ ജയിലില് കുടുംബമായിട്ട് പലരും ജയിലിൽ പോയി. ചർച്ചുകൾ പൂട്ടി. ഇപ്പോൾ ഒരു ചർച്ച് തുറക്കാതെ കിടക്കുന്നു. ഇന്നൊരു പാസ്റ്ററെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് ന്യൂസ് കിട്ടി. ഇങ്ങനെ ഓരോ ദിവസവും ഭയങ്കര ബാഡായിട്ടുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. UP എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വല്ലാത്ത ഒരു ദേശമായിട്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന് അതിനെ തിരിച്ചു മാറ്റിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിവുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങൾ ലേഡീസ് ഫെലോഷിപ്പുകൾ നടത്തുന്നുണ്ട്. സ്ത്രീകളെ ഒക്കെ വേണ്ടി ബുധനാഴ്ച ലേഡീസ് ഫെലോഷിപ്പ് നടത്തുന്നു. ചൊവ്വാഴ്ച പുരുഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്. അങ്ങനെ വളരെ ബിസി ആയിട്ട് ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഞാൻ എൻ്റെ മോനും മരുമോളും കൂടെ പ്രവർത്തിക്കുന്നു. ഞാനിപ്പോൾ അധികം ഒന്നും ചെയ്യാറില്ല. ഒരു ചെറിയ ട്രെയിനിങ് ആണ്. 5 പേര് 4 പേരേ ഉള്ളൂ. ഇപ്പോൾ 4 ബോയ്സ് ഉണ്ട്. അവരെ പഠിപ്പിക്കുന്നു. എനിക്ക് ബൈബിൾ കോളേജിൻ്റെ
ഗ്രാജുവേഷനോ യാതൊന്നുമില്ല. ബൈബിൾ വായിച്ച് എനിക്കറിയാവുന്നതൊക്കെയും പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും ഫീൽഡിൽ പലരും തിരിച്ചു പോയിട്ട് നല്ല നല്ല പാസ്റ്റർമാരായിട്ട് തീരുന്നു. അവർ പല ബന്ധനങ്ങളും പ്രതികൂലങ്ങളും കൂടെ വന്ന ചെറുപ്പക്കാരികളുമാണ്. അവരുടെ ജീവിതങ്ങൾ തുറന്നു പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഓരോ രഹസ്യപാപങ്ങളും ബന്ധനങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ധാരാളമുണ്ട്. അതൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച് അവരുടെ ജീവിതത്തില് അനുഗ്രഹം പ്രാപിക്കുന്നത് ഞങ്ങൾ കാണാനിടയായി. പല സ്ത്രീകൾക്ക് വിവാഹം കഴിച്ച് 7-8 വർഷം 18 വർഷം വരെ മക്കളില്ലാത്തവർക്ക് പ്രാർത്ഥിച്ച് മക്കൾ ഉണ്ടായി ഞങ്ങൾ കാണുവാൻ ഇടയായി. ഇങ്ങനെ ദൈവം അത്ഭുതമായിട്ട് പല രീതിയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ മോനെയും മരുമോനെയാണ് കർത്താവ് കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും അല്പം ക്ഷീണിതരാണ്. എനിക്കറിയാം അച്ഛൻ്റെ അത്രയും ക്ഷീണമില്ല. അച്ഛന് 81 വയസ്സുണ്ട്. അച്ഛൻ ക്ഷീണിതനാണ്. പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും എപ്പം വേണേലും പ്രസംഗിക്കുന്ന അച്ചായനായിരുന്നു. അപ്പൊ അച്ചായന് വേണ്ടിയും പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവം അത്ഭുതമായ രീതിയിലാണ് ജീവിതത്തെ കർത്താവിന് വേണ്ടി ഉപയോഗിച്ചത്. 1 തെസ്സലോനി 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത് എന്തുവാ? ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, സകലത്തിലും സ്തോത്രം ചെയ്യുവീൻ, എന്തെന്നാൽ ഇതാകുന്നു ക്രിസ്തുയേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് എനിക്ക് മനസ്സിലായി. പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. ആഹാരം കഴിക്കാന് മറന്നുപോയാലും നമ്മൾ പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. എപ്പം നമുക്ക് പ്രാർത്ഥിച്ചാലും കർത്താവ് പ്രാർത്ഥന കേൾക്കും. എല്ലാ വിഷയത്തിനും ചെറുതിനും വലുതിനും നമ്മൾ പ്രാർത്ഥിച്ചാലും കർത്താവിന് ഉത്തരം തരും. ആ കർത്താവ് നമ്മളോട് ഉള്ളപ്പോഴേ എന്തുകൊണ്ടാ പ്രാർത്ഥിക്കാതെ നമ്മൾ മൗനമായിട്ടിരിക്കുന്നത്? കർത്താവിനോട് നമുക്ക് ചോദിച്ചു വാങ്ങുവാൻ, കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ സ്തോത്രം ചെയ്യണം. ആ സ്തോത്രം ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നല്ലതിനും അഴുക്കിനും എല്ലാം നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മളെ എല്ലാവരെയും കർത്താവ് ധാരാളമായി ഉപയോഗിക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ നമ്മൾ മറന്നു പോകരുത്, മടുത്തു പോകരുത്. ഞാനിപ്പം പറയാറുള്ളത്, നമുക്ക് ചെറുപ്പകാലത്താണ് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അവസരമുള്ളത്. ഞങ്ങൾ ഈ വാർദ്ധക്യത്തോട്ട് മാറി പ്രാർത്ഥിക്കാൻ ഞാൻ വെളുപ്പിനെ എഴുതിയിരുന്നാലും ഞാൻ അങ്ങ് ഉറങ്ങിപ്പോകും. അച്ചായൻ പറയാൻ തുടങ്ങി, അയ്യോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, പണ്ടത്തെ കൂട്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ഈ അവസരം, നമ്മുടെ യൗവനം, നമ്മുടെ നല്ല പ്രായത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണം. 70-80 ഒക്കെ ചെന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് ഓർത്താലേ അത് വലിയ ബുദ്ധിമുട്ടാണ്. നടക്കത്തില്ല, തൊണ്ട തുറന്നു വരത്തില്ല, കണ്ണടഞ്ഞു പോകും, വാക്കുകൾ കിട്ടത്തില്ല, ഓർമ്മശക്തി കാണത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ബലഹീനതകളൊക്കെ ശരീരത്തിനുണ്ടാവും. അതുകൊണ്ട് ദൈവം തന്ന സമയം നമ്മൾ വളരെ കാര്യമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എല്ലാവർക്കും വേണ്ടി. കർത്താവും ദൈവമേ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവും ദൈവമേ, ഞാൻ പറഞ്ഞതായ സാക്ഷ്യത്തിൽ കൂടെ ജനങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകണം. അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു സ്ഥാനത്തും എന്നെ ഉയർത്തിപ്പിടിക്കുവാൻ ഇടയാകാതെ അങ്ങെ ഉയർത്തിപ്പിടിക്കുവാൻ കർത്താവെ സഹായിക്കണമേ. നിന്റെ ജനത്തെ നിന്റെ കരങ്ങളിൽ തന്നിരിക്കുന്നു. അവരുടെ ജീവിതം നിനക്ക് വേണ്ടി പ്രയോജനപ്പെടട്ടെ. നിന്റെ നാമത്തിൽ കൂടെ മഹിമപ്പെടുവാൻ ഇടയാകട്ടെ. യേശു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു പ്രിയ ആലിസാൻഡി. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ദൈവത്തിന് മഹത്വം പറയണമെന്ന് എനിക്കറിയത്തില്ല. കാരണം സ്ത്രീയെന്നോ പുരുഷനെന്നോ ദൈവത്തിന് വ്യത്യാസമില്ല. താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ കർത്താവ് ഏതെല്ലാം നിലകളിലാണ് ദൈവം ഉപയോഗിക്കുന്നത്. ആൻറ്റിയുടെ നല്ല ചെറുപ്പത്തിൽ തന്നെ, കേവലം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നേപ്പാളിലേക്ക് പോകാൻ ഇടയായിത്തീർന്നു. നേഴ്സിംഗ് പഠിച്ചിട്ട് അവിടെ ചെന്ന് സുവിശേഷ വേല ചെയ്യാനുള്ള താല്പര്യത്തിലാണ് പോയത്. ആൻറ്റിയുടെ സഹോദരൻ അതിനു മുന്നമേ പോയി. അങ്ങനെ അവിടെ സുവിശേഷ ദൗത്യവുമായിട്ട്
പോകത്തക്കവണ്ണം ഉള്ളതായ ആ നല്ല യൗവനം, 10ാം ക്ലാസ് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം 10, 16, 17 വയസ്സ് മാത്രമേ ഉള്ളൂ. മാതാപിതാക്കന്മാരുടെ സംരക്ഷണയിൽ വീട്ടിൽ കഴിയേണ്ടുന്ന കാലം. എന്നാൽ ആ മാതാപിതാക്കന്മാര് അനുവദിച്ചു നേപ്പാളില് പോകുവാൻ വേണ്ടി. അവിടെ പോയി അവിടുത്തെ ആ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. പുരുഷന്മാർക്ക് പോലും ഇറങ്ങി നടക്കാൻ ഭയപ്പെടുന്നതായ പല മേഖലകളും സാഹചര്യങ്ങളും കുന്നുകളും മലകളും അതുപോലെയുള്ള കാലാവസ്ഥകളും ഒക്കെയാണ് അവിടുത്തെ ജീവിത സാഹചര്യം. വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ആ സാഹചര്യത്തിലും ഒരുപാട് വെല്ലുവിളി ഉണ്ടായിരുന്നിട്ടും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ സ്നേഹം അവിടെ എത്തിക്കാൻ പറ്റുന്നിടത്തൊക്കെ എത്തിക്കുവാൻ ദൈവം കൃപ ചെയ്തു. സ്തോത്രം. ഞാൻ മറ്റു കാര്യം കൂടി ഓർത്തു പോവുകയായിരുന്നു. അവിടെ പോയത് കൊണ്ടല്ലേ പ്രിയ ജോഷു അങ്കിളിനെ കർത്താവ് ആമേനെ കൂട്ടിത്തന്നത്. ഒരു പക്ഷെങ്കിൽ അവിടെ പോയില്ലായിരുന്നുവെങ്കിൽ ആമേനെ ഒരു പക്ഷെങ്കിൽ വേറൊരു നിലവാരത്തില് ജീവിതം മുന്നോട്ട് പോകുമായിരുന്നു. ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു ആന്റി അവിടെ പോവുക എന്നുള്ളതും ജോഷു അങ്കിളിനെ ജീവിത പങ്കാളിയായി ജീവിത സഖിയായി കൂട്ടിച്ചേർക്കുക എന്നുള്ളത്. ഒരു പക്ഷെങ്കിൽ ജോഷു അങ്കിളിനെ നേരത്തെ തന്നെ ദൈവം അവിടെ അയച്ചിരുന്നു. പിന്നീട് ആന്റി അതിന്റെ ഭാഗമായിട്ട് ദൈവം അവിടേക്ക് അയച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക. സ്തോത്രം. എങ്ങനെയായാലും വേണ്ടുകയില്ല. സ്തോത്രം. നിങ്ങളെ രണ്ടുപേരെയും ദൈവം അവിടെ കൂട്ടി യോജിപ്പിച്ചു. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തോടെ ആരംഭിക്കുവാൻ ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ ദൈവം അവിടെ അവസരങ്ങളെ ഒരുക്കി. പിന്നത്തേതിലെ ഇന്ത്യയിലേക്ക് വരുവാനും സാധാരണ ആരും പോകാൻ ആഗ്രഹിക്കാത്ത അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുവാൻ ഇടയായി. സാധാരണഗതിയിൽ ഇപ്പം വടക്കേന്ത്യയിലേക്ക് പോലെ നേപ്പാളിലേക്ക് പോവുക അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ സംഭവങ്ങളാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ളതായ മുസ്ലിം രാജ്യത്തേക്ക് സുവിശേഷ ദൗത്യവുമായ ഒരു മിഷണറി ദൗത്യമായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് അതികഠിനമായ നേപ്പാളിൽ പോയതിനേക്കാൾ വളരെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലേക്കാണ് അവിടെ പോകുവാൻ സാഹചര്യം ഉണ്ടായത്. എനിവേ അവിടെയും കർത്താവ് അയച്ചു. അവിടെയും നല്ല ശുശ്രൂഷ തികച്ചെടുത്ത് പിന്നത്തേതിൽ അവിടെ തുടരാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ വീണ്ടും ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിയുടെ ജീവിതം ആ കേരള മണ്ണിലേക്ക് പോയി അവിടെ ജീവിതം തുടരുവാൻ ആഗ്രഹിക്കുകയോ അതിന് സമയം കണ്ടെത്തുകയോ ചെയ്തില്ല. പകരം മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരുമായിട്ട് ആ വടക്കേ ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശില് ഇന്ന് താമസിച്ചുകൊണ്ട് ആ മിഷണറി ദൗത്യത്തിൽ മക്കളോട് ഒരുമിച്ച് ഇന്നും ഈ നല്ല വാർദ്ധക്യത്തിലും ആയിരിക്കുന്നു. ആന്റിയുടെ ഓരോ വാക്കുകളും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായത്തിൻ്റെതായ ആ ഒരു ബലഹീനതകളൊന്നും അതിനകത്തില്ല. പകരം അനുഭവത്തിൻ്റെതായ ഞാൻ ഓർത്തു വരുന്നത് കാലേബ് 85-ാമത്തെ വയസ്സിലും ആ ഹെബ്രോൻ മല പിടിച്ചടക്കുവാൻ വേണ്ടി ചോദിക്കുന്നത് പോലെ ഒരു ചോദ്യമാണ്. ഇന്നും ചെയ്യുവാൻ വേണ്ടി, ഇന്നും പിടിച്ചടക്കുവാൻ വേണ്ടി, ഇന്നും മുന്നോട്ട് യാത്ര ചെയ്യുവാനുള്ള വലിയൊരു ഊർജം ആന്റിയുടെ വാക്കുകളിൽ കർത്താവ് പകർന്നിട്ടുണ്ട്. സ്തോത്രം. അങ്കിളിനെയും ആന്റിയെയും ദാനം തന്ന മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരെയും കർത്തൃ ശുശ്രൂഷയിൽ ദൈവം അതതിടങ്ങളിൽ ആക്കിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിന്റെ വലിയ തിരഞ്ഞെടുപ്പ് പ്രിയ ആന്റിയോടും കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിഞ്ഞു. കർത്താവിന്റെ ദാസ്യ ദൈവം അനുഗ്രഹിക്കട്ടെ, അങ്കിളിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ഇനിയും കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിന് ആന്റിയോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അരോമ TV പ്രേക്ഷകരെയും തീർച്ചയായിട്ടും നിങ്ങൾ നിരന്തര സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരാണ് എന്നെനിക്കറിയാം. അരോമ TV പതിവായി കാണുന്ന പ്രിയപ്പെട്ടവർക്കും ഈ സാക്ഷ്യം തികച്ചും ഒരുപാട് പ്രചോദനം തരുന്ന, ഉത്സാഹം പകരുന്ന, നമ്മുടെ ആത്മീയ കണ്ണുകളെ ഒന്നുകൂടി തുറക്കുവാൻ നമുക്ക് പ്രേരകം ഊർജം പകരുന്ന ഒത്തിരി അനുഭവങ്ങൾ പ്രിയ ആന്റിയുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ
ഒരു അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ച രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.